Hi friends, welcome back to the video. So today's class നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ആക്ച്വലി CMA ഇന്ററിലാണെങ്കിൽ ഗ്രൂപ്പ് 2ലാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. നിങ്ങൾക്കൊരു യൂണിറ്റ് ആയിട്ടാണ് അവിടെ പഠിക്കാനുള്ളത്. അതേസമയം നമ്മുടെ CA ഇന്ററിലായിരുന്നു ഈ ചാപ്റ്റർ ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് CA ഫൗണ്ടേഷനിൽ കമ്പനി അക്കൗണ്ട്സിന്റെ മൊഡ്യൂളിലാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് മൂവ് ടു ദി ടോപ്പിക്. സോ നമുക്ക് ഒരുമിച്ച് ഹെഡിങ് ചെയ്ത ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. സോ ഈ ചാപ്റ്ററിന്റെ പേര് ആക്ച്വലി CA ഫൗണ്ടേഷനിൽ ഇത് ഈ ബോണസ് ഷെയർ ആൻഡ് റൈറ്റ് ഷെയർ എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് ആക്ച്വലി ബോണസ് ഷെയർ എന്നുള്ള ഒരു ഏരിയ മാത്രമാണ്. സോ ലെറ്റ്സ് മൂവ് ടു ദി ഓക്കെ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബോണസ് ഷെയർ എന്നുള്ളതാണ്. എന്താണ് ബോണസ് ഷെയർ? സോ ഈ പേര് നോക്കിയൊക്കെ ബോണസ് ഷെയർ അല്ലെ, ബോണസ് ആയിട്ടുള്ള ഷെയർ. സോ ബേസിക്കലി കമ്പനീസ് എന്ത് ഇഷ്യൂ ചെയ്യാറുണ്ട്? ഷെയർസ് ഇഷ്യൂ ചെയ്യാറുണ്ട്. സോ ആ ഷെയർസ് കമ്പനീസ് നോർമലി ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പീപ്പിൾസിന് ഷെയർസ് പ്രൊവൈഡ് ചെയ്യും, പീപ്പിൾസ് കമ്പനിക്ക് മക്കളെ ക്യാഷ് പ്രൊവൈഡ് ചെയ്യും. സോ ഇത് ആക്ച്വലി ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് ഷെയർസ് ഇഷ്യൂ ചെയ്യും. സോ ദാറ്റ് ടൈം കമ്പനി പബ്ലിക്കിലേക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ആവശ്യമുള്ള ആളുകൾ കാശ് കമ്പനിക്ക് കൊടുത്തിട്ട് കമ്പനിയുടെ കയ്യിൽ നിന്ന് ആ ഷെയർസ് മക്കളെ സബ്സ്ക്രൈബ് ചെയ്യുന്നു. അതാണ് ഇഷ്യൂ ഓഫ് ഷെയർ ഫോർ ക്യാഷ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചില്ലേ? സോ ആ ഒരു പ്രോസസ് എങ്ങനെയായിരിക്കും മക്കളെ? നമ്മൾ പീപ്പിൾസിന് എന്ത് കൊടുക്കുന്നു മക്കളെ? ഷെയർ. പീപ്പിൾസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു മക്കളെ? ക്യാഷ്. സോ അങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്തിട്ടാണ് നോർമലി എന്ത് ചെയ്യുക? ബിസിനസ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. സോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ബോണസ് ഷെയർ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ബോണസ് എന്നുള്ളതാണ്. എന്താണ് ബോണസ്? സോ ഈ ഒരു വേർഡ് ബോണസ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നില്ല, നമ്പർ ഓഫ് ടൈംസ് നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ ബോണസ് ആണ് ഞാൻ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കണക്ട് ചെയ്യാൻ പറ്റിയ എക്സാമ്പിൾ പറയാം. സോ നമ്മൾ ഈ പ്ലേ സ്റ്റോറിലൊക്കെ കയറി ഒരു ഏതെങ്കിലും വീഡിയോ ഗെയിംസോ മറ്റെന്തെങ്കിലും ഗെയിമുകളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളത് ചെയ്യുന്ന സമയത്ത് ഈ ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് ഓരോ ഗെയിംസിലെ ലെവലുകളൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് സോ നമുക്ക് എന്ത് കിട്ടും? ബോണസ് പോയിന്റ്സുകൾ കിട്ടും അല്ലെ? നമുക്ക് ബോണസ് പോയിന്റ്സുകൾ കിട്ടും. സോ ഓൾറെഡി ഓരോന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഒരു 1000 പോയിന്റ്സ് വെച്ചിട്ടാവും ഓരോ സ്റ്റെപ്സിൽ കിട്ടുന്നുണ്ടാവുക. സോ ഓരോ ലെവൽ നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഓരോ 1 2 3 4 5 ലെവൽസിനൊക്കെ നമുക്ക് ഒരു 1000 പോയിന്റ്സ് വെച്ചിട്ട് കിട്ടും. സോ നമ്മൾ ആ ഒരു ഗെയിം കളിച്ച് ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്ക് ഒരു 1000 പോയിന്റ് കിട്ടി, അടുത്തൊരു ലെവൽ കഴിഞ്ഞാൽ 1000 പോയിന്റ് കിട്ടി, അടുത്ത ലെവൽ കഴിഞ്ഞാൽ 1000 പോയിന്റ് കിട്ടി. പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് ഒരു ബണ്ടിൽ ഓഫ് ലെവൽ, ഒരു 10 ലെവൽ ഒറ്റയടിക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 1000 പോയിന്റ്സ് കിട്ടുന്ന കൂട്ടത്തിൽ തന്നെ അഡീഷണൽ ആയിട്ട് കുറേ എന്താ പറയുക കോയിൻസ് ഇങ്ങനെ ചറപറാന്ന് വീഴും മക്കളെ. അത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയത്. എന്തുകൊണ്ടാണ് കിട്ടിയത്? നമ്മൾ ആ 10 ലെവൽ കളിച്ച് ആ 10 ലെവലിന്റെ ഓരോ പോയിന്റ്സും കറക്റ്റ് ആയിട്ട് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഒറ്റയടിക്ക് കുറേ പോയിന്റ്സ് കിട്ടിയത്. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്, ഇത്തരത്തിൽ ഒരു മൊത്തം ലെവൽ ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യാം മക്കളെ? ഒരു ബണ്ടിലായിട്ട് കിട്ടുന്നതാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് എന്ത് പറയും മക്കളെ? ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതല്ലാതെയും പറയും ഒരുപാട് ബോണസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മൊബൈലിൽ റീചാർജ് ചെയ്യുന്ന സമയത്ത് ചില പ്ലാൻസ് ഒക്കെ ബൈ ചെയ്യുമ്പോൾ കാണാം. സോ നിങ്ങളൊരു 1.5 GB ആണ് പെർ ഡേ നിങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണലി എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു 500 MB നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അങ്ങനെ പല സമയങ്ങളിലും ബോണസ് ഉണ്ടാവും. അപ്പോൾ ഓണം വരുന്ന സമയത്ത് ചില എന്താ പറയുക മക്കളെ സ്ഥാപനങ്ങളൊക്കെ അവിടെയുള്ള എംപ്ലോയീസിന് എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ബോണസ് ആയിട്ട് കൊടുക്കാറുണ്ട്. സോ ഇറ്റ്സ് ഇൻ സിമ്പിൾ വേർഡ്സ് ബോണസ് മീൻസ് ജസ്റ്റ് എന്ത് മാത്രം മക്കളെ? ഫ്രീ ആയിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? ബോണസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിന്റെ പേര് നോക്കിയാൽ എന്താ പേര്? എന്താ പേര് മക്കൾ നോക്കി? ഇഷ്യൂ ഓഫ് എന്താണ്? ബോണസ് ഷെയർ ആണ്. എന്താണ് ബോണസ് ഷെയർ? സോ ബോണസ് ഷെയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബേസിക്കലി എന്ത് പറയും മക്കളെ? ഫ്രീ ഷെയർ. സോ നോർമൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ പീപ്പിൾസിന് ഷെയർസ് കൊടുക്കുന്നു, പീപ്പിൾസിന്റെ കയ്യിൽ നമുക്ക് എന്ത് കിട്ടുന്നു പറയും മക്കളെ? ക്യാഷ് കിട്ടുന്നു. ഇത് നമ്മൾ നോർമലി ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ പീപ്പിൾസിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഷെയർസ് കൊടുക്കുന്നു. പക്ഷെ ആ ഷെയറുമായി ബന്ധപ്പെട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒന്നും തന്നെ പറയും മക്കൾ നമ്മൾ വാങ്ങുന്നില്ല. സോ ദാറ്റ് ഈസ് വാട്ട് സിംപ്ലി എന്ത് പറയും മക്കളെ? ബോണസ് ഷെയർ.
കംഫർട്ടബിൾ ആണല്ലോ. സോ നമ്മൾ ഇനി എന്താണ് ബോണസ് ഷെയർ എന്നുള്ള ഒരു ചെറിയ ഡെഫിനിഷനിലേക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇപ്പൊ ഈ ഒരു പിക്ചർ നോക്കിയേക്കാം, ഒരു ബോണസ് എന്ത് ചെയ്ത് കിട്ടുന്നു, ഒരാൾക്ക് ബോണസ് കിട്ടുമ്പോൾ ആൾ ഭയങ്കര റിച്ച് ആവാണ്. സോ ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ് മാർക്കറ്റിൽ ബോണസ് ഷെയർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവലി ആൾക്ക് എന്താവാം, റിച്ച് ആവാം, അങ്ങനെ തന്നെയാണ്. സോ ഇതൊക്കെ എന്താണെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ, ഈ പിക്ചറൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോകുന്ന സമയങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. എനിവേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഡെഫിനിഷൻ ജസ്റ്റ് വായിച്ചു നോക്കാം. വാട്ട് ഈസ് എന്ത് പറയും മക്കളെ, ബോണസ് ഷെയർ. വാട്ട് ഈസ് ബോണസ് ഷെയർ? സോ വായിച്ചു നോക്കാം. A bonus share is a free share. So it is a free share. So ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ തരുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് തരണ്ട, കാശ് തരണ്ട. ഇറ്റ് ഈസ് എ ഫ്രീ ഷെയർ ഇഷ്യൂഡ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ. ശരിക്കും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല. ഇറ്റ് ഈസ് എ ഫ്രീ ഷെയർ എന്ന് പറഞ്ഞാൽ തന്നെ ഫ്രീ ആണ്. ഇഷ്യൂഡ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ. ടു ആർക്ക് മക്കളെ, ടു ആർക്ക്? ഓൾറെഡി നിങ്ങൾ ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ആണോ ആ ഒരു ഗെയിം ഡെവലപ്പർ നിങ്ങൾക്ക് ഫ്രീ കോയിൻസ് തരിക, അതോ നിങ്ങൾ എടുത്തിരിക്കുന്ന ഫ്രണ്ടിനാണോ കൊടുക്കുക? നിങ്ങൾക്കല്ലേ കിട്ടുക. ഇപ്പൊ ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങളുടെ എംപ്ലോയീസിനാണ് എന്ത് കൊടുക്കുക, ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുക്കുക, അല്ലാതെ മറ്റൊരു സ്ഥാപനത്തിലെ എംപ്ലോയീസിന് കൊടുക്കുമോ? ഇല്ല. നിങ്ങൾ ജിയോ റീചാർജ് ചെയ്യുമ്പോൾ, വി ഐ റീചാർജ് ചെയ്യുമ്പോൾ, വി ഐന്റെ കസ്റ്റമേഴ്സിനാണ് അവർ അഡീഷണൽ MB-യും അഡീഷണൽ GB ഒക്കെ എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക, അല്ലാതെ എയർടെലിന്റെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. സോ എ ബോണസ് ഷെയർ ഇസ് എ ഫ്രീ ഷെയർ ഇഷ്യൂഡ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ ടു ആർക്ക് മക്കളെ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്. ആർക്ക്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെയാണ് ഇവരൊക്കെ ഈ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ആയത്? ഇവരെങ്ങനെ നമ്മളെ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ആയത്? മുമ്പ് എപ്പോഴെങ്കിലും കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഷെയർ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള ആളുകളാണ് മക്കളെ ഈ പറഞ്ഞിട്ടുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഷെയർസ് കാശ് കൊടുത്തിട്ട് കമ്പനിയുടെ കയ്യിൽ നിന്നല്ല, മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ആളുകളാണ് മക്കളെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഓക്കെ, ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഫ്രീ ഷെയർ ആണ്, ഇഷ്യൂഡ് ടു ആർക്ക് മക്കളെ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്. ഈ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഈ ഷെയർസ് കൊടുക്കുന്ന സമയത്ത് ദർ ഇസ് എ പ്രോബ്ലം. ആ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ കമ്പനി 1,00,000 ഷെയർ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കമ്പനി 1,00,000 ഷെയർ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി 1,00,000 ഷെയർ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ആ 1,00,000 ഷെയർ, നമ്പർ ഓഫ് ഷെയർ 1,00,000 ആണ് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ 1,00,000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു കാരണവശാലും ഇത്ര നമ്പർ ഓഫ് ഷെയർ ഉണ്ടെങ്കിൽ അത്ര എന്തുണ്ടാവണം, പീപ്പിൾസ് ഉണ്ടാവണം, ഷെയർ ഹോൾഡർ ഉണ്ടാവണം എന്നൊരു മീനിങ് ഇല്ല. കാരണം ഇഫ് ഐ ആം റൈറ്റ്, റിലയൻസിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ നമ്പർ ഏകദേശം 500 ആൻഡ് സംതിങ് ക്രോർ പീപ്പിൾസ്, ക്രോർ ആണ് നമ്പർ ഓഫ് ഷെയർ. ഇന്ത്യയിൽ അത്രയധികം ആളുകളില്ല, ആകെ ഇന്ത്യയിലൊക്കെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആരുടെ കയ്യിലും റിലയൻസിന്റെ ഷെയർസ് ആക്ച്വലി ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഷെയറും നമ്പർ ഓഫ് പീപ്പിൾസും അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡറും ഒരിക്കലും എന്തല്ല, ഒന്നല്ല. ഇറ്റ് മേ ബി ഡിഫറെന്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞു 1,00,000 നമ്പർ ഓഫ് ഷെയർ ആണ് നമ്മളെ കമ്പനി ഉള്ളത്, അതിൻ്റെ അർത്ഥം 1,00,000 പീപ്പിൾസ് ആണ് എന്നുണ്ടോ? ഇല്ല. ഇറ്റ് മേ ബി എന്താവാം, ഒരു 1000 ആളുകളാവാം, 2,500 ആളുകളാവാം, ഒരാൾ 100 ഷെയർ ഉണ്ടാവാം, അടുത്ത ആൾക്ക് 50 ഷെയർ ഉണ്ടാവാം, അടുത്ത ആൾക്ക് 30 ഷെയർ ഉണ്ടാവാം, 40 ഷെയർ ഉണ്ടാവാം. ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ആളുകൾ എന്ത് വാങ്ങുന്നത്, ഷെയർ വാങ്ങുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോടാ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ബോണസ് ഷെയർ ഈസ് എ ഫ്രീ ഷെയർ ആണെന്ന് പറഞ്ഞു, ഇഷ്യൂഡ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ എന്ന് പറഞ്ഞു, ടു ആർക്ക്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഇൻ ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഷെയർ ഹെൽഡ് ബൈ ദാറ്റ് ഷെയർ ഹോൾഡർ. ഫോർ എക്സാമ്പിൾ, ഞങ്ങളെ കമ്പനി XYZ കമ്പനി വന്നിട്ട് ഷെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നു എന്ന് പറയുമ്പോൾ, ആ ഫ്രീ ആയിട്ട് തരുന്ന ഷെയർസുകൾ എല്ലാവർക്കും ഒരു ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തല്ലായിരിക്കും. നിങ്ങൾ ആലോചിച്ചേക്കാം, 500 ഷെയറുള്ള ആൾക്കും ഒരു ഷെയർ ഫ്രീ, 1000 ഷെയറുള്ള ആൾക്കും ഒരു ഷെയർ ഫ്രീ, ഒരു ഷെയറുള്ള ആൾക്കും ഒരു ഷെയർ ഫ്രീ. ആളുകൾ എന്താ പറയാ, പോട്ടന്മാർ, ഒരു ഷെയർ വാങ്ങി എനിക്കും ഒരു ഷെയർ കിട്ടി, 1000 ഷെയർ വാങ്ങി നിനക്കും ഒരു ഷെയർ കിട്ടി. എന്നാപ്പാ ഇത്? ഞാൻ പറഞ്ഞത് മനസ്സിലായ മക്കളെ? ഫുള്ള് തല്ലായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഈ ഷെയർസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇൻ ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഷെയർ ഹെൽഡ് ബൈ ദാറ്റ് ഷെയർ ഹോൾഡർ. അവരുടെ കയ്യിൽ എത്ര ഷെയർസ് ആണോ നിലവിലുള്ളത്, ആ ഷെയർസിൻ്റെ ഒരു പ്രൊപ്പോർഷനിൽ, അതിൻ്റെ ഒരു റേഷ്യോയിലാണ് നമ്മളെ കമ്പനി പുതുതായിട്ട് എന്ത് പറയും മക്കളെ, ഷെയർസ് ഇത്തരം ആളുകൾക്ക് പറയും മക്കളെ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് സിംപ്ലി എന്ത് പറയും മക്കളെ, ബോണസ് ഷെയർ. സോ എ ബോണസ് ഷെയർ ഈസ് എ ഫ്രീ ഷെയർ ആണ്, ഇഷ്യൂഡ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ ആണ്, ടു ആർക്കാണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ്, ഇൻ ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഷെയർ ഹെൽഡ് ബൈ പറയും മക്കളെ ദാറ്റ് ഷെയർ ഹോൾഡർ. ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് ദ പോയിന്റ്സ് ഓഫ് എവരിബഡി. അടുത്തൊരു പോയിന്റ്, കമ്പനി എന്തുകൊണ്ടാണ് ഇൻ ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഷെയർ ഹെൽഡ് ബൈ ദാറ്റ് ഷെയർ ഹോൾഡർ എന്ന് ചെയ്യാനുള്ളതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 1,00,000 ഷെയർസ് ഉണ്ട്. എത്ര മക്കളെ? 1,00,000 ഷെയർസ് ഉണ്ട്. ഓക്കെ, നിലവിൽ 1,00,000 ഷെയർസ് ഉണ്ട്. ഈ നിലവിലുള്ള 1,00,000 ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഇങ്ങനെ ഫ്രീ ഷെയർ പ്രൊവൈഡ് ചെയ്യും, ബോണസ് ഷെയർ പ്രൊവൈഡ് ചെയ്യും. ഇത്തരത്തിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഷെയർ ഈ 1,00,000 ആളുകളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു റേഷ്യോയിലാണ് കൊടുക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ റേഷ്യോയിലാണ് കൊടുക്കുക എന്ന് പറഞ്ഞു. നമ്മളൊരു റേഷ്യോയിലല്ല കൊടുക്കുന്നത് എങ്കിൽ അവരുടെ
ഇപ്പോഴുള്ള പെർസെൻറ്റേജ് ഓഫ് ഓണർഷിപ്പിനെ അത് ബാധിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 1,00,000 ഷെയർ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഈ പിക്ചറിൽ കാണുന്ന എ എന്ന് പറഞ്ഞ ഒരാൾക്ക് 10,000 ഷെയർ ഉണ്ട്. അപ്പൊ കമ്പനിയിൽ 1,00,000 ഷെയർ ഉള്ളതിൽ നിന്നും ഈ പിക്ചറിൽ കാണുന്ന എ എന്ന് പറഞ്ഞ ആളെ കയ്യിൽ 10,000 ഷെയർസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 10,000 ഷെയർ ഉള്ള ആൾക്ക് 1,00,000 ഷെയർസ് ഉള്ള കമ്പനിയിൽ 10% ഓണർഷിപ്പ് ഉണ്ടാവും. 10% ഓണർഷിപ്പ് ഉണ്ടാവും. ഈ ഒരു സിറ്റുവേഷനിൽ കമ്പനി ഫ്രീ ആയിട്ട് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് പറയുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ട് ഷെയർ കൊടുത്തോളൂ, പക്ഷേ നിലവിലുള്ള ഷെയർ ഹോൾഡറുടെ പെർസെൻറ്റേജ് ഓഫ് ഓണർഷിപ്പ് ഒരു തരി പോലും കൂടാനും പാടില്ല, മക്കളെ കുറയാനും പാടില്ല. അത് നിലവിൽ എന്താണുള്ളത് അതന്നെ ഉണ്ടായിരിക്കാം. കിട്ടിയ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനി ഒരു 50,000 ഷെയർ ഫ്രീ ആയിട്ട് കൊടുക്കണം. നമ്മളെ കമ്പനി 50,000 ഷെയർ ഫ്രീ ആയിട്ട് കൊടുക്കണം. നമ്മളെ കമ്പനി 50,000 ഷെയർ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മളെ കമ്പനി കൊടുക്കേണ്ടത് ഒരു പക്ഷേ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. എങ്ങനെ ഈ ഒരു മൊത്തം നമ്പർ ഓഫ് ഷെയർ ഞാൻ പറഞ്ഞു. മൊത്തം നമ്പർ ഓഫ് ഷെയർ ഞാൻ എത്ര പറഞ്ഞത്? 1,00,000 ഉണ്ടായിരുന്നത്. ഈ സമയത്ത് എ എന്ന് പറഞ്ഞ ആളെ കയ്യിൽ എത്ര ഷെയർസ് ഉണ്ടായിരുന്നു? 10,000 ഷെയർ ഉണ്ടായിരുന്നു. അതിലേക്ക് എത്ര പെർസെൻറ്റേജ് ഓഫ് ഓണർഷിപ്പ് ഉണ്ട് പറയും മക്കളെ? 10% ഓണർഷിപ്പ് ഉണ്ട്. 50,000 ഷെയർ കമ്പനി എന്ത് ചെയ്യുന്നു പറയും മക്കളെ? ഇഷ്യൂ ചെയ്യുന്നു. 50,000 ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു റേഷ്യോ അവിടെ എന്ത് ചെയ്യും പറയും മക്കളെ? വെക്കും. ഒരു റേഷ്യോ പ്രൊവൈഡ് ചെയ്യും. ഒരു റേഷ്യോ വെക്കും. അപ്പോൾ ഇത് റേഷ്യോ വെക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഒരു റേഷ്യോ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം. ഫോർ എക്സാമ്പിൾ 1:2 എന്ന റേഷ്യോ വേണമെങ്കിൽ വെക്കാം. 1:2. 1:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഷെയർ ഫോർ എവറി 2 ഷെയർ ഹെൽഡ്. എന്താ മക്കളെ? 1 ഷെയർ ഫോർ എവറി 2 ഷെയർ ഹെൽഡ്. ഓരോ 2 ഷെയർ ഉള്ള ആളുകൾക്കും ഒരു ഫ്രീ ഷെയർ. ഓരോ 2 ഷെയർ ഉള്ള ആളുകൾക്കും ഒരു ഫ്രീ ഷെയർ. അങ്ങനെയാണെങ്കിൽ കമ്പനി എത്ര ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് പറയും മക്കളെ? 50,000 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത്. ഇവിടെ ഓരോ 2 ഷെയർ ഉള്ള ആൾക്കും ഒരു ഫ്രീ ഷെയർ. ഓരോ 2 ഷെയർ ഉള്ള ആൾക്കും ഒരു ഫ്രീ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ എന്ന് പറഞ്ഞ ആളെ കയ്യിൽ എത്ര ഷെയർസ് ഉണ്ടെന്ന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്? 10,000 ഷെയർ ഉണ്ട്. ഓരോ 2 ഷെയർ ഉള്ള ആൾക്കും ഒരു ഷെയർ ഫ്രീ. ഓരോ 2 ഷെയർ ഉള്ള ആൾക്കും ഒരു ഷെയർ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ, ശ്രദ്ധിച്ചോ, എ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നമ്മൾ എത്ര ഷെയർ ഉണ്ടെന്നാ പറഞ്ഞത് പറയും മക്കളെ? 10,000 ഷെയർ ഉണ്ട് അല്ലെ? ഓരോ 2 ഷെയർ ഉള്ള ആൾക്കും എത്ര ഷെയർ പറയും മക്കളെ? ഒരു ഷെയർ ഫ്രീ എന്ന് പറഞ്ഞാൽ എക്ക് എത്ര ഷെയർ ഫ്രീ ആയിട്ട് കിട്ടും പറയും മക്കളെ? 5,000 ഷെയർ ഫ്രീ ആയിട്ട് കിട്ടും അല്ലെ? ആദ്യം കമ്പനിയിൽ 1,00,000 ഷെയർ ഉണ്ടായിരുന്നു. ആ 1,00,000 ഷെയർ ഉള്ള സമയത്ത് എന്റെ കയ്യിൽ എത്ര ഷെയർ ഉണ്ടായിരുന്നു പറയും മക്കളെ? 10,000 ഷെയർ. അപ്പൊ എക്ക് എത്രയാണ് പെർസെൻറ്റേജ് ഓഫ് ഓണർഷിപ്പ് ഉണ്ടായിരുന്നത്? 10% ആണ് ഉണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? അതേസമയം കമ്പനി വീണ്ടും എത്ര ഷെയർ ഇഷ്യൂ ചെയ്ത്? 50,000 ഫ്രീ ഷെയർ ഇഷ്യൂ ചെയ്ത്. അപ്പൊ മൊത്തത്തിൽ കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ഈസ് ഈക്വൽ ടു എത്രയായി പറയും മക്കളെ? 1,50,000 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ 1,50,000 ആയിട്ട് മാറുമ്പോൾ എ എന്ന് പറഞ്ഞ ആളെ കയ്യിൽ ആദ്യം 10,000 ഷെയർ ഉണ്ടായിരുന്നു. ഇപ്പോൾ 5,000 ബോണസ് ഷെയർ കിട്ടി. അങ്ങനെ മൊത്തം എത്ര ഷെയർ ഉണ്ട് പറയും മക്കളെ? 15,000 ഷെയർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് വീണ്ടും പെർസെൻറ്റേജിൽ കണ്ടോക്കാം. 15,000 ഡിവൈഡഡ് ബൈ 1,50,000 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു അഗെയിൻ പറയും മക്കളെ 10%. അതായത് ബിഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയറും ആഫ്റ്റർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയറും ഷെയർ ഹോൾഡേഴ്സിന്റെ ഓണർഷിപ്പിന്റെ പെർസെൻറ്റേജ് അത് സിമിലർ ആയിരിക്കും. അത് മാറാൻ പാടില്ല. അതുകൊണ്ടാണ് ബോണസ് ഷെയർ ഇസ് എ ഫ്രീ ഷെയർ ഇഷ്യൂഡ് വിത്തൗട്ട് എനി പറയും മക്കളെ കൺസിഡറേഷൻ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഷെയർ ഹെൽഡ് ബൈ ദാറ്റ് ഷെയർ ഹോൾഡർ ആയത്. അല്ലാതെ കമ്പനി ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കുന്നത് നിലവിലുള്ള സിസ്റ്റത്തിനെ കൊളാപ്സ് ചെയ്യാൻ പാടില്ല. നിലവിൽ എങ്ങനെയാണോ ഓണർഷിപ്പിന്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ഇങ്ങനെയായത്. സോ വി റീഡ് വൺ മോർ ടൈം ദ ഡെഫിനിഷൻ. എ ബോണസ് ഷെയർ ഒരു ഫ്രീ ഷെയർ ആണ്. ഇഷ്യൂഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. ആർക്കാണ്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ്. എങ്ങനെ? ഇൻ ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഷെയർ ഹെൽഡ് ബൈ ദാറ്റ് ഷെയർ ഹോൾഡർ. സോ നിങ്ങളുടെ കയ്യിലുള്ള ഷെയർസിന്റെ ഒരു പ്രൊപ്പോർഷനിൽ ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഷെയർ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പറയും മക്കളെ ഫ്രീ ഷെയർ അല്ലെങ്കിൽ ബോണസ് ഷെയർ. ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് പോയിന്റ്സ്. സോ അടുത്തൊരു പോയിന്റ്, ഈ ഒരു ചാപ്റ്റർ ആക്ച്വലി ഈസി ആയില്ല, കുട്ടി ചാപ്റ്റർ ആണ്. എസെൻസ് ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് ഓൾസോ വെരി സിമ്പിൾ. ഒരു ഹാഫ് ആൻ അവറിൽ തീർത്ത് പോകാൻ പറ്റിയ ചാപ്റ്റർ ആണ്. അല്ലെങ്കിൽ ഒരു 1 അവറിൽ തീർക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ തന്നെയാണ് ആക്ച്വലി. പക്ഷെ നമുക്ക് നമ്മൾ ഈ ഒരു എക്സാംസിലെ ജേർണൽ എൻട്രി എഴുതി മാർക്ക് ഉണ്ടാക്കുന്നതിലേക്കല്ല ഫോക്കസ് ചെയ്യണേ. സോ വി ആർ ഫോക്കസിങ് അബൌട്ട് ദ നോളജ് ആക്ച്വലി. സോ വാട്ട് എവർ ഇൻ ലൈഫ് നിങ്ങൾക്ക് ബോണസ് ഷെയറിനെ കുറിച്ച് കേട്ടാൽ, ആരെങ്കിലും സംസാരിക്കുമ്പോൾ ബോണസ് ഷെയറിനെ കുറിച്ച് സംസാരിച്ചാൽ, ഏതെങ്കിലും ഒരു ഇവന്റിൽ എന്തെങ്കിലും ടോക്ക് വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ഇന്റർവ്യൂയിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ മറ്റാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങനെ ഒരു ടോപ്പിക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ
പറയാൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാൻ പറ്റണം. സോ ദാറ്റ്സ് വാട്ട് ആക്ച്വലി നോളജ്. സോ നമ്മൾ പഠിക്കുന്നത് ആക്ച്വലി ഈ ഒരു എക്സാമിനേഷനിൽ കയറി പോകുന്നത് മാത്രമല്ല, ദാറ്റ്സ് ആക്ച്വലി ബൈ പ്രൊഡക്റ്റ് ഓഫ് അവർ എന്ത് പറയും മക്കളെ എഡ്യൂക്കേഷൻ. സോ ഇറ്റ്സ് നോട്ട് ദ പ്രൈമറി, ഇറ്റ്സ് എ സെക്കൻഡറി ആക്ച്വലി. സോ വി ലേൺ എവറിഥിങ് ആക്ച്വലി ഫോർ ദ നോളജബിൾ പർപ്പസ്, നോളജിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് എക്സാമിനേഷനിൽ ഇത് ബൈ പ്രൊഡക്റ്റ് എന്തായാലും കിട്ടും, നിങ്ങൾ നോളജ് ഉണ്ടായി കഴിഞ്ഞാൽ. കംഫർട്ടബിൾ ആണല്ലോ, ഫൈൻ. എനിവേ, സോ നമ്മൾ ആക്ച്വലി ബേസിക് ഡിസ്കഷൻസ് കഴിഞ്ഞു. എന്താണ് ഇഷ്യൂ ഓഫ് എന്ത് പറയും മക്കളെ ബോണസ് ഷെയർ എന്നല്ല. ഈ ഒരു പിക്ചർ കാണിക്കുന്നത് ഇത്തരത്തിലൊരു കമ്പനി ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ബോണസ് ഷെയർ കിട്ടുന്ന ആളിങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് വരും, റിച്ച് ആയിട്ട് വരും എന്നുള്ളതാണ്. ആ ഡിസ്കഷനിലേക്ക് നമുക്ക് ലാസ്റ്റ് ഈ വീഡിയോന്റെ എൻഡിൽ ഒരു റോസ്റ്റിംഗ് പോലെ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യുക, കാര്യങ്ങളെ കൊണ്ടുവരാൻ പറ്റും. കംഫർട്ടബിൾ ആണല്ലോ, ഫൈൻ. സോ ഈ ഒരു എന്തുകൊണ്ടാണ് കമ്പനി ഇങ്ങനെ ബോണസ് ആയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കമ്പനി പറയും മക്കളെ ഷെയർസ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യകത എന്താണെന്നാണ് നമ്മൾ അടുത്തൊരു ഡിസ്കഷനിലേക്ക് പോകുന്നത്. സോ ഒന്നാമത്തെ പെർസ്പെക്റ്റീവാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തിന് ഇങ്ങനെ കമ്പനി ഫ്രീ ആയിട്ട് ബോണസ് ഷെയർ കൊടുക്കുന്നതിന്റെ പെർസ്പെക്റ്റീവ്സ് എന്താണ്? കാരണം നമ്മൾ അങ്ങനെ ആർക്കും അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും കൊടുക്കാറില്ല. കമ്പനി പ്രത്യേകിച്ചിട്ട് ഒന്നും ആരുടെ കയ്യിൽ നിന്നും ഫ്രീ ആയിട്ട് വാങ്ങൂല. കമ്പനി ആർക്കും ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കൂല. ഇത് കമ്പനിയുടെ ഒരു നോർമൽ ഐഡിയോളജിയാണ്. സോ ഇവിടെയാണ് കമ്പനി ഫ്രീ ആയിട്ട് ഷെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റിലയൻസ് എന്ന കമ്പനി വന്നിട്ട് നിലവിലെ മുകേഷ് അംബാനിയുടെ ടീമായിട്ടുള്ള റിലയൻസ് എന്ന കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ഒരു ഷെയറിന്റെ വില 2500 റുപ്പീസ് ആണ് ലാസ്റ്റ്. ഓക്കെ, ഒരു 2500 റുപ്പീസ് ആണ്. ഈ 2500 റുപ്പീസ് വില വരുന്ന ഷെയർ ഒന്ന് ഫ്രീ ആയിട്ട് ഷെയർ ഹോൾഡറിന് കൊടുത്താൽ, ഒരു ഷെയറിലുള്ള ആൾക്ക് ഒരു ഷെയർ കൊടുത്താൽ, ഇഫ് ദ റേഷ്യോ ഈസ് 1:1, ഇഫ് ദ റേഷ്യോ 1:1 ആണെങ്കിൽ 1 ഷെയർ ഫോർ എവറി 1 ഷെയർ, ആ ഒരു പ്രൊപ്പോർഷനിൽ കൊടുത്താൽ തന്നെ ഒരു ഷെയറുള്ള ആൾക്ക് ഒരു ഷെയർ ഫ്രീ കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഫ്രീ കിട്ടുന്നത് ഷെയർ ആണ്. ആ ഷെയറിന് ഒരു വാല്യൂ ഉണ്ട്. 2500 റുപ്പീസ് ആണ് റിലയൻസിന്റെ ഒരു ഷെയറിന്റെ വില. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റിലയൻസിന് ഒരു ഷെയർ കിട്ടുന്ന പറഞ്ഞാൽ യു ആർ ആസ് ഗുഡ് ആസ് ഗെറ്റിംഗ് ഇത് മക്കളെ 2500 റുപ്പീസ് ആക്ച്വലി. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ എന്തുകൊണ്ടാണ് കമ്പനി ഇങ്ങനെ ഫ്രീ ആയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഷെയർസ് പ്രൊവൈഡ് ചെയ്യുന്നത്? വാട്ട് ഇസ് എ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ കമ്പനിയുടെ ഐഡിയോളജി എന്താണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളത്? സോ ഒരുപാട് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, പ്രോബ്ലം ചെയ്യാനോ ചാപ്റ്റർ പഠിക്കാനോ ഇത് അറിഞ്ഞിരിക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു നോളജബിൾ പർപ്പസിന് ഏതായാലും ടൈം സ്പെൻഡ് ചെയ്യല്ലേ. സോ ദ വേ നമുക്ക് എങ്ങനെയാണോ ഈ ടോപ്പിക് അറിഞ്ഞിരിക്കേണ്ടത് അതേ സെൻസ് തന്നെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റട്ടെ. സോ ലെറ്റ്സ് ലൈക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പെർസ്പെക്റ്റീവ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വൺസ് യു ഗെറ്റ് ദ ബ്യൂട്ടിഫുൾ ക്ലാരിറ്റി, ലെറ്റ്സ് ഗോ ത്രൂ എന്ത് പറയും മക്കളെ the topics, the points and journal entry അതിലേക്ക് നമുക്ക് ഇല്ലുസ്ട്രേഷൻ ഇതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ബട്ട് കുറച്ച് ടൈം എടുത്തിട്ട് കുറച്ചും കൂടി ക്വാളിറ്റിയിൽ കാര്യങ്ങൾ എന്ത് ചെയ്യട്ടെ, അബ്സോർബ് ആവട്ടെ. ആ ഒരു സെൻസിലാണ് നമ്മൾ പറയും മക്കളെ ഡിസ്കഷനിലേക്ക് വരുന്നത്. കംഫർട്ടബിൾ ആണല്ലോ, ഫൈൻ. സോ ഫസ്റ്റ് പെർസ്പെക്റ്റീവ്. സോ ഒന്നാമത്തെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞത്, ഓക്കെ, ഫണ്ട്സ് കമ്പനി റണ്ണിങ് ആയിരിക്കുന്ന സമയത്ത്, കമ്പനി ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ പ്രോഫിറ്റിലാണെങ്കിൽ, ഇപ്പൊ ഇയർ വണ്ണിൽ കമ്പനിയുടെ കയ്യിൽ സഫീഷ്യന്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് കമ്പനി ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കമ്പനി ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കില്ല. ഓക്കെ, വെൻ കംസ് ടു ഇയർ 2 കമ്പനി ഒരുപാട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയ എല്ലാ പ്രോഫിറ്റ്സും ഒരു കാരണവശാലും എടുത്ത് കൊടുക്കാൻ പാടില്ല, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. കമ്പനീസ് ആക്ട് റൂൾ തന്നെ ഉണ്ട്, ഉണ്ടാക്കിയ എല്ലാ ഡിവിഡൻഡും അല്ല എല്ലാ പ്രോഫിറ്റ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. അതിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. എനിവേ, മുമ്പോട്ട് പോകുന്ന സമയത്ത് കമ്പനി കുറച്ച് എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് എമൗണ്ട് അവിടെ ഉണ്ടല്ലോ, അത് അവിടെ അക്യുമുലേറ്റ് ആവും. നെക്സ്റ്റ് ഇയർ ഓൾസോ കമ്പനി വീണ്ടും എന്തുണ്ടാക്കും, പ്രോഫിറ്റ്സ് ഉണ്ടാക്കും. പ്രോഫിറ്റ്സിൽ കുറച്ച് എന്ത് ചെയ്യും, കൊടുക്കും. ചിലപ്പോൾ കൊടുക്കൂല, ചിലപ്പോൾ കൊടുക്കാം. അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ഓഫ് എന്താ പറയുക ഡയറക്ടേഴ്സ് മാനേജ്മെന്റ് അങ്ങനെ പോട്ടെ കാര്യങ്ങളൊക്കെ. സോ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു, പിന്നെ ബാക്കി പൈസ അവിടെ ഉണ്ടാവും. അങ്ങനെ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കമ്പനി ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു, വേറെ കുറെ പ്രോഫിറ്റ്സ് അവിടെ ഉണ്ട്. അങ്ങനെ ഈ പ്രോഫിറ്റ്സ് ഇങ്ങനെ അക്യുമുലേറ്റ് ആവും, ഇല്ലേ? സോ നമ്മുടെ കയ്യിൽ കുറേ എന്തുണ്ടാവും പറയും മക്കളെ, പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സ് ഉണ്ടാവും. ഒരു കാര്യം ക്ലിയർ ആണ്, ഈ പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സിന്റെ ഒക്കെ അൾട്ടിമേറ്റ് ഓണർ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ദിസ് ആർ ഓൾ 100% ബിലോങ്സ് ടു പറയും മക്കളെ ഷെയർ ഹോൾഡേഴ്സ്, ഓണേഴ്സ്. ബിക്കോസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ഓണേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ഈ സ്ഥാപനത്തിന്റെ ഓണേഴ്സ്. അതുകൊണ്ട് ഓണേഴ്സിനുള്ളതാണ് എന്ത് പറയും മക്കളെ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ബിക്കോസ് അവരുടെ പൈസ കൊടുന്ന് ബിസിനസ് ചെയ്ത് ആ ബിസിനസ്സിൽ ഉണ്ടാക്കിയ ലാഭം അവരെ വീട്ടിൽ കൊണ്ടുപോകാതെ എടുത്തു വെച്ചതാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് ദാറ്റ് ഇസ് 100% ദാറ്റ് ബിലോങ്സ് ടു പറയും മക്കളെ ഷെയർ ഹോൾഡേഴ്സ്. സോ ഓട്ടോമാറ്റിക്കലി ഈ പൈസ ഫുള്ളും, ഞാൻ സംസാരിക്കുന്ന ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണ്. ഞാൻ കൊടുക്കുന്ന ബോണസ് ഷെയറും ഒരു ഇക്വിറ്റി ഷെയർ ആണ്. അത് കിട്ടുന്നതും ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിനാണ് കിട്ടിയ. ഓക്കെ, ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ ഇത് ഈ നമ്മുടെ കയ്യിലുള്ള എല്ലാ റിസർവ്സ് ആൻഡ് സർപ്ലസ് ദാറ്റ് അൾട്ടിമേറ്റ്ലി ബിലോങ്സ് ടു ആർക്ക് പറയും മക്കളെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ദാറ്റ് ഓൾ ദ പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സ് ദാറ്റ് അൾട്ടിമേറ്റ്ലി ബിലോങ്സ് ടു ആർക്ക് പറയും മക്കളെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. കംഫർട്ടബിൾ ആണല്ലോ, ഓക്കെ. സോ കമ്പനി ഇവിടെ ഒരുപാട് പെർസ്പെക്റ്റീവ് ആണ്. വൺ ഓഫ് ദ പെർസ്പെക്റ്റീവ് പറയുന്നത് കമ്പനി ഇവിടെ എന്ത് ചെയ്യാൻ, ഡിവിഡൻഡ്, മോർ ഡിവിഡൻഡ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് പ്രോഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് എന്ത് കൊടുക്കാം, ഡിവിഡൻഡ് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എമൗണ്ട് ഡിവിഡൻഡ് കൊടുക്കാൻ വന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് കമ്പനിക്ക് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഉണ്ടാവും, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഉണ്ടാവും. ഒരു ഹ്യൂജ് എമൗണ്ട് ടാക്സ് കമ്പനി പേ ചെയ്യേണ്ടി വരും ഗവൺമെന്റിലേക്ക്. സോ കമ്പനി
ഇത്തരത്തിൽ നമ്മൾ പീപ്പിൾസിനെ റിവാർഡ് ചെയ്യുമ്പോൾ, നമ്മളുടെ കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുള്ള ആളുകളെ നമ്മൾ റിവാർഡ് ചെയ്യുമ്പോൾ, പോയിന്റ് നമ്പർ വൺ, കമ്പനി ഡിവിഡൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കമ്പനി ഒരു എമൗണ്ട് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ആയിട്ട് പേ ചെയ്യണം. അപ്പോൾ ഒരു എമൗണ്ട് ടാക്സ് ആയിട്ട് പോകും. പോയിന്റ് നമ്പർ വൺ. പോയിന്റ് നമ്പർ ടു, അതല്ല കമ്പനി ഡിവിഡൻഡ് ആയിട്ടാണ് ഷെയർ ഹോൾഡേഴ്സിനെ റിവാർഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ, ഹാപ്പി ആക്കുക എന്നുണ്ടെങ്കിൽ, കമ്പനിയുടെ കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്നും നല്ലൊരു ക്യാഷ് ഔട്ട്ഫ്ലോ സംഭവിക്കും. കാരണം നമ്മുടെ റിസോഴ്സിൽ നിന്നും നല്ലൊരു ഔട്ട്ഫ്ലോ പോകും. കാരണം ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് ചക്ക വെട്ടിട്ടോ മാങ്ങ വെട്ടിട്ടല്ലോ കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്നത് ക്യാഷാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഡിവിഡൻഡ് നമ്മൾ കൊടുക്കുന്നു, നമുക്ക് ഒരുപാട് ഡിവിഡൻഡ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ക്യാഷ് നമ്മളെ ബിസിനസ്സിന് ഫ്ലോ ചെയ്യും. അപ്പോൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സിനെ സേവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിവിഡൻഡിന് എന്താ പറയുക മക്കളെ, പേ ചെയ്യുമ്പോൾ ക്യാഷിന്റെ ഒരു പേ ഔട്ട് വരുന്നുണ്ട്, അത് തടയാൻ നിങ്ങൾക്ക് ഷെയർ ഹോൾഡേഴ്സിനെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റിവാർഡ് ചെയ്യാം. അത്തരത്തിൽ റിവാർഡ് ചെയ്യുന്ന വൺ ഓഫ് ദ പെർസ്പെക്റ്റീവ് ആണ് എന്ത് പറയും മക്കളെ, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. സോ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ആക്ച്വലി ഫ്രീ ആവുന്നത് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഒരു ഷെയർ ഹോൾഡർക്ക് ഒരു ഷെയർ, ഇപ്പോൾ 2500 ഒരു ഷെയർ, റിലയൻസിന്റെ ഒരു ഷെയർ കിട്ടുക എന്ന് പറയുമ്പോൾ ദേ ആർ റിയലി ഹാപ്പി. ബിക്കോസ് ഒരു പേപ്പർ, ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ഇത് ഗെറ്റിംഗ് ലൈക്ക് ഒരു 2500 നോട്ട് കിട്ടുന്ന അതേപോലെ, 2500 കിട്ടുന്ന അതേപോലെയാണ് ഒരു ബോണസ് ഷെയർ കിട്ടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് കമ്പനി എന്താ പറയുക മക്കളെ, ക്യാഷിന്റെ ഫോമാറ്റിൽ അവർക്ക് കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് മണീസ് വർത്ത് തന്നെയാണ് കമ്പനി എന്ത് ചെയ്യുന്നത് മക്കളെ, അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സിന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പോയിന്റ് നമ്പർ വൺ. പോയിന്റ് നമ്പർ ടു, ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ഞാൻ പറയാം ഇവിടെ ക്യാഷിന്റെ ക്യാഷ് ഫ്ലോ, അതായത് ക്യാഷിന്റെ ഒരു ഒഴുക്ക് എന്ത് പറയുക മക്കളെ, നമുക്ക് തടയാൻ പറ്റും. പക്ഷേ നമുക്ക് ദ സെയിം ടൈം നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ പറയും മക്കളെ, റിവാർഡ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് സെറ്റിംഗ് മാത്രമാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ഡീപ്പറായിട്ട് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ ഇടയിൽ വേറെയും ടോപ്പിക്സ് ഉണ്ട്. കാരണം ഡിവിഡൻഡിന് പകരമായിട്ട് ഒരു കാരണവശാലും ഒരു കമ്പനിക്ക് പോലും ഇങ്ങനെ ബോണസ് ഷെയർ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ വേറെ പ്രൊവിഷൻ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഡിവിഡൻഡിന് പകരമായിട്ട് നമുക്ക് ഒരിക്കലും എന്ത് കൊടുക്കാൻ പറ്റില്ല, ബോണസ് ഷെയർ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് നമ്മൾ എല്ലാ വർഷം കൊടുക്കുന്ന പോലെ കൊടുക്കാം. പക്ഷേ ഒരുപാട് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്. ഓൾ ദ റിസർവ്സ് ആൻഡ് സർപ്ലസ് അൾട്ടിമേറ്റ്ലി ബിലോങ്സ് ടു പറയും മക്കളെ, ഷെയർ ഹോൾഡേഴ്സിനുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അവരിലേക്ക് എത്തേണ്ടത് തന്നെയാണ്. അത് വലിയൊരു ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഉണ്ടാവും, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും. അത് തടയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഫിറ്റ്സിനെ റിസർവ്സും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം, ഫ്രീ ഷെയർ പ്രൊവൈഡ് ചെയ്യാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കിട്ടുന്ന ആളുകൾക്കില്ലേ, ഷെയർ ഹോൾഡേഴ്സ് ഇല്ലേ, അവർക്കാണ് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. കൊടുക്കുന്ന കമ്പനിക്ക് അത് ഫ്രീ അല്ല. കമ്പനിയുടെ പെർസ്പെക്റ്റീവ് ആലോചിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്പനി ഇത് ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്. കമ്പനി അവർക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഓണർഷിപ്പിലുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവും. സോ നമ്മളുടെ കമ്പനി അവരിലേക്ക് പോകേണ്ട റിസർവ്സ് ആൻഡ് സർപ്ലസിനെ കൺവേർട്ട് ചെയ്യാണ് എന്തായിട്ട് പറയും മക്കളെ, ഷെയർ ക്യാപിറ്റൽ ആയിട്ട്. സോ നമ്മൾ അവർക്ക് ഫ്രീ അല്ല കൊടുക്കുന്നത്, അവരിലേക്ക് ഡിവിഡൻഡ് ആയിട്ടോ മറ്റു രൂപത്തിലോ എത്തിപ്പെടേണ്ട പ്രോഫിറ്റ്സിനെയും റിസർവ്സിനെയും നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നേരെ ഷെയർസിന്റെ ഫോർമാറ്റിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊടുക്കുമ്പോൾ കമ്പനിക്ക് ഞാൻ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സിനെ എന്ത് സേവ് ചെയ്യാൻ പറ്റും, ആസ് വെൽ ആസ് കമ്പനിക്ക് എന്തും കൂടി പറ്റും പറയും മക്കളെ, ഒരു ക്യാഷ് ഔട്ട് ഫ്ലോ കൂടി എന്ത് ചെയ്യും, ഒരു ഹ്യൂജ് ക്യാഷ് ഔട്ട് ഫ്ലോ അത് തടയാനും കൂടി പറ്റും. ഇത് ഇസ് വൺ ഓഫ് ദ പെർസ്പെക്റ്റീവ്. ആക്ച്വലി കംഫർട്ടബിൾ ആണല്ലോ. സോ ലെറ്റ്സ് മൂവ് ടു അനദർ പെർസ്പെക്റ്റീവ്, സെക്കൻഡ് പെർസ്പെക്റ്റീവ്. ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്, ഞാൻ എല്ലതും കൂടി ഒന്നും പറയുന്നില്ല. എന്നാലും ഒന്ന് രണ്ടെണ്ണമൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം പറയാം. നമുക്കൊരു നല്ല നോളജ് എന്ത് ചെയ്യട്ടെ, ഈ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഗെയിൻ ആവട്ടെ. സോ ഇറ്റ് വിൽ ഗിവ് യു മോർ കോൺഫിഡൻസ്. നമ്മൾ എന്താ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കി പഠിക്കാൻ പറ്റിയത് ഭയങ്കര രസകരമായിരിക്കും. ഭയങ്കര രസമായിരിക്കും മാത്രമല്ല, നമുക്കത് എൻജോയ് ചെയ്യാനും കൂടി പറ്റും. അങ്ങനെ നിങ്ങൾക്കൊക്കെ പഠനം എൻജോയ് ചെയ്യാൻ പറ്റട്ടെ, അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. കംഫർട്ടബിൾ ആണല്ലോ, ഫൈൻ. ഇത് പോയിന്റ് നമ്പർ 2. ഇത് ഒരു സെക്കൻഡ് പെർസ്പെക്റ്റീവ് ആണ്. ഇത് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ, അക്സെപ്റ്റബിൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അടുത്ത പെർസ്പെക്റ്റീവ് കേട്ടോക്കാം. അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, സ്കിപ്പ് ചെയ്യാം, നിങ്ങൾ നേരെ ടോപ്പിക്സിലേക്ക് വരും. പെർഫെക്റ്റ്ലി ഫൈൻ, ദാറ്റ്സ് ഇനഫ് ഇൻ യുവർ ലെവൽ, ദാറ്റ് ഇസ് ഫൈൻ ആക്ച്വലി. ബട്ട് ഐ എം ഡെലിവറിംഗ് ഓൾ ദ കോൺസെപ്റ്റ്സ് റിലേറ്റിംഗ് ടു ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. ഐ ഹോപ്പ് യു ക്ലിയർ സർ എവരിബഡി. യെസ് സാർ. സോ പെർസ്പെക്റ്റീവ് നമ്പർ 2ലേക്ക് പോവാം. ഓക്കെ, പെർസ്പെക്റ്റീവ് നമ്പർ 2 ഇങ്ങനെയാണ്. അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ കമ്പനി, ഇപ്പം ഞാൻ പറഞ്ഞു റിലയൻസ് ആണ്. റിലയൻസിന്റെ ഒരു ഷെയറിന്റെ വില 2500 rupees ആണ്. അപ്പോൾ മാർക്കറ്റിൽ ഈ ഷെയർസിന്റെ ലിക്വിഡിറ്റി വളരെ കുറവാണ്. ലിക്വിഡിറ്റി വളരെ കുറവാന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എന്താ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മളെ പോലത്തെ ആളുകൾ കേട്ടോ, പീപ്പിൾസ്, ഞാൻ പറഞ്ഞത് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചിട്ടോ LICയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻവെസ്റ്റേഴ്സിനെ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സോ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചൊന്നല്ല പറഞ്ഞത്. നമ്മൾ സാധാരണ പീപ്പിൾസ്, നമുക്കിപ്പോൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഷെയർസ് ഒക്കെ എന്ത് ചെയ്യാം, കമ്പനിയുടെ കയ്യിൽ വാങ്ങാം. അത്തരത്തിൽ ഷെയർസ് വാങ്ങാൻ പോകുന്ന ഒരാൾ, നമ്മൾ ഷെയർ വാങ്ങാൻ പോകുന്നത് കോടികളായിട്ടോ ലക്ഷങ്ങളായിട്ടോ ഒന്നുമില്ല, തൗസൻഡ്സ് ആയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് വാങ്ങാം, ഷെയർസ് വാങ്ങാൻ പോവാം. ഇങ്ങനെ ഷെയർ വാങ്ങാൻ പോകുന്ന സമയത്ത് റിലയൻസിന്റെ ഒരു ഷെയറിന്റെ വില 2500 rupees ആണ്. 2500 രൂപയാണ് റിലയൻസിന്റെ ഒരു ഷെയറിന്റെ വില. ഈ 2500 രൂപയാണ് റിലയൻസിന്റെ ഒരു ഷെയറിന്റെ വില എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഷെയർ കിട്ടും, റിലയൻസിന്റെ 2 ഷെയറാണ് കിട്ടുക.
നോർമലി ഇത്തരം ഷെയർ ഹോൾഡേഴ്സ് ഇല്ലേ, ഇത്തരം ആളുകളില്ലേ, പീപ്പിൾസ് ഇല്ലേ, പാർട്ടിസിപ്പൻസ് ഇല്ലേ, റീറ്റെയിലേഴ്സ് ഇല്ലേ, ഇൻവെസ്റ്റേഴ്സ് ഇല്ലേ, ഇവര് ഈ 5000 രൂപ കൊടുത്തിട്ട് ഈ 2 ഷെയർ വാങ്ങൂല. ഇവർ ആലോചിക്കുന്നത് 50 രൂപേന്റെ ഷെയർ ഉണ്ടാവോ, 50 രൂപേന്റെ ആണെങ്കിൽ എനിക്കൊരു 100 ഷെയർ വാങ്ങാലോ 5000 രൂപക്ക്, അതല്ലെങ്കിൽ 10 രൂപേന്റെ ഷെയർ ഉണ്ടാവോ, 10 രൂപേന്റെ ഷെയർ എനിക്കൊരു 500 ഷെയർ വാങ്ങാലോ. നമ്പർ ഓഫ് ഷെയറിന്റെ പെർസ്പെക്റ്റീവ് ഇല്ലേ, ആക്ച്വലി അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഗ്രോ ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ നിങ്ങളത് മനസ്സിലാവും. അതിലൊന്നും ഒരു കാര്യമില്ല. 75,000 രൂപേന്റെ ഷെയറും 5000 രൂപേന്റെ ഷെയറും 50 രൂപേന്റെ ഷെയറും 10 രൂപേന്റെ ഷെയറൊക്കെ വാങ്ങുന്നതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. ഓക്കെ ഫൈൻ. ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയേക്കുക. ഇത്തരത്തിൽ 5000 രൂപ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് റിലയൻസിന്റെ 2 ഷെയർ നമുക്ക് 2 ഷെയറാണ് കിട്ടുക. അപ്പോൾ ഈ റിലയൻസിന്റെ ഷെയറിന് ആക്ച്വലി ലിക്വിഡിറ്റി കുറവാണ്. അപ്പോൾ ഒരു ഷെയറിന് 2500 രൂപ വില ആകുമ്പോൾ ഇതിലേക്ക് പീപ്പിൾസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പനി വിചാരിക്കുന്നത് കുറച്ചുകൂടി ലിക്വിഡിറ്റി വേണം, ആളുകളൊക്കെ ഇതിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ, എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയൊരു നമ്പറിലേക്ക് ഈ പ്രൈസിനെ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ 2500 രൂപയാണ് ഒരു ഷെയറിന്റെ പ്രൈസ്. ആ പ്രൈസിനെ ഒരു ലിക്വിഡിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 500ലേക്ക് ഡ്രോപ്പ് ചെയ്യണം, 500ലേക്ക് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യണം. ഈ 500ലേക്ക് ഡ്രോപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കാം, നിലവിൽ ഒരു ഷെയർ ഉള്ള ആളുടെ ഷെയർ മാർക്കറ്റിലെ റിലയൻസിന്റെ ഷെയറിന്റെ വില 2500 രൂപയാണ്. ഒറ്റടിക്ക് ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് കമ്പനി 2500 രൂപന്റെ ഷെയറിനെ 500 രൂപയിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ, 500ലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഷെയറിന്റെ വാല്യൂ ആക്ച്വലി 500 രൂപ ആയിട്ട് മാറി. നേരത്തെ 2500 രൂപയുള്ള അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒറ്റടിക്ക് കുറഞ്ഞ എത്രയും പറയും മക്കളെ, 500ആയി. അത് ഭയങ്കരമായിട്ട് പാനിക് ആക്കും എല്ലാവരെയും. സോ ഈ ഒരു എന്താ പറയുക മക്കളെ, സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാൻ ഇവിടെ ബോണസ് ഷെയർ ചെയ്യാറുണ്ട്. അതായത് കമ്പനി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഷെയറിന് എന്താ വാല്യൂ ഉണ്ടായത് ബിഫോർ ബോണസ് ഇഷ്യൂ, 2500. ഓക്കെ, നമ്മൾ ഇനി ഷെയറിന്റെ 2500 രൂപേന്റെ വില നമ്മൾ എത്ര ആക്കി മാറ്റാൻ പോകുന്നു പറയും മക്കളെ, 500 റുപ്പീസ് ആക്കാൻ പോകുന്നു. ഓക്കെ, 500 റുപ്പീസ് ആക്കാൻ പോകുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു ഷെയറിന് എന്താ വില ഉണ്ടാവുക, 500 രൂപ ഉണ്ടാവുക. ആ സമയം കമ്പനി ബോണസ് ആയിട്ട് ഷെയർ പ്രൊവൈഡ് ചെയ്യും, ഫ്രീ ആയിട്ട് ഷെയർ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഒരു ഷെയർ 2500 രൂപന്റെ ഒരു ഷെയറുള്ള ആള്, അയാളുടെ 2500 രൂപന്റെ ഷെയർ എത്ര രൂപയ്ക്ക് ഡ്രോപ്പ് ആയി പറയും മക്കളെ, 500ലേക്ക് ഡ്രോപ്പ് ആയി. ഇവിടെ ഒരു ഷെയറിന്റെ വില 500 രൂപയാണ്. കമ്പനി നിങ്ങൾക്ക് 4 എക്സ്ട്രാ ഫ്രീ ഷെയർ തരും, 4 ഫ്രീ ഷെയർ തരും. കമ്പനി നിങ്ങൾക്ക് 4 ഫ്രീ ഷെയർ തരും. കമ്പനി നിങ്ങൾക്ക് 4 ഫ്രീ ഷെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു ഷെയർ ഓൾറെഡി ഉണ്ട്, അതിന്റെ വില 500 രൂപയാണ്. ഇനി 4 ഫ്രീ ഷെയർ, 1 രൂപ പോലും കൊടുക്കാതെ 4 ഷെയർ നിങ്ങൾ തരും. മൊത്തം നിങ്ങൾക്ക് എത്ര ഷെയർ ആയി മക്കളെ, 5 ഷെയർസ് ആയി. ഒരു ഷെയറിന് എന്താ വില, 500 രൂപ. 5 ഷെയറിന് എന്താ വില, 2500 രൂപ. നിങ്ങളുടെ അതേ പ്രൈസ് ഇല്ലേ, അത് കറക്റ്റ് ചെയ്യാനും പറ്റി. മാർക്കറ്റിലെ പ്രൈസിനെ മോർ ലിക്വിഡിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ 2500നെ 500ലേക്ക് ഡ്രോപ്പ് ചെയ്യാനും പറ്റി. സോ കമ്പനിയുടെ രണ്ട് ഇന്റൻഷൻസും ആക്ച്വലി ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ബൈ ഷോ ഓഫ് എന്ത് പറയും മക്കളെ, ബോണസ് ഷെയർ. ഇത് സെക്കൻഡ് പെർസ്പെക്റ്റീവ് ആക്ച്വലി. ഐ ഹോപ്പ് യു ക്ലിയർ ഫസ്റ്റ് പെർസ്പെക്റ്റീവ്, ഓൾസോ സെക്കൻഡ് പെർസ്പെക്റ്റീവ്. കംഫർട്ടബിൾ ആണല്ലോ? ഞാൻ വീണ്ടും പറയുന്നു, രണ്ട് പെർസ്പെക്റ്റീവ് മനസ്സിലായില്ലേ? നോ മാറ്റർ നിങ്ങൾ നമ്മളെ വീഡിയോ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വിട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല, വെയിറ്റ് ചെയ്യുക. വിൽ സ്റ്റാർട്ട് മൈ എന്ത് പറയും മക്കളെ, അക്കാഡമിക്സ് ടോപ്പിക്സ് മോർ ആൻഡ് മോർ എന്ത് പറയും മക്കളെ, സിമ്പിൾ. ബട്ട് ദ വേ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുക, ഇറ്റ് കുഡ് ബി മോർ ആൻഡ് മോർ മക്കളെ ബ്യൂട്ടിഫുൾ ആക്ച്വലി. സോ ലെറ്റ്സ് ഗോ ത്രൂ പെർസ്പെക്റ്റീവ് നമ്പർ പറയും മക്കളെ 3. സോ അത് പെർസ്പെക്റ്റീവ് നമ്പർ 3, ഇത് കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ആണ്. സോ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പറയും, റിജക്ട് ചെയ്യാൻ മീൻസ് ലൈക്ക് സ്കിപ്പ് ചെയ്യാൻ അടുത്തേക്ക് പോവാം. കംഫർട്ടബിൾ ആണല്ലോ, ഫൈൻ. ഓക്കെ, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഗ്രൂപ്പ് 1 അല്ലെങ്കിൽ ഈ CA ഫൗണ്ടേഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്, അല്ലെങ്കിൽ CMA ഇന്ററിലാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് പാർട്ണർഷിപ്പ്. സോ ഇൻ വിച്ച് പാർട്ണർഷിപ്പിൽ നമ്മൾ അഡ്മിഷൻ ഓഫ് പാർട്ണർ ചെയ്യാറുണ്ട്. നമ്മൾ പാർട്ണറിനെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്, ബിസിനസ്സിലേക്ക് ഒരാളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ബിസിനസ്സിലേക്ക് ഒരാളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, എയും ബിയും ആണ് പാർട്ട്നേഴ്സ്, സി എന്ന് പറഞ്ഞ ആൾ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ആവുമ്പോൾ, ഇപ്പോൾ സി നമ്മൾ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ആവുന്നതിന്റെ മുമ്പ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ഉണ്ടാവും, ജനറൽ റിസർവ് ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യാന്നറിയോ, എയും ബിയും ഉണ്ട്, ക്യാപിറ്റൽ റിസർവ്സ് എല്ലാം ഉണ്ട്. സീനെ നമ്മൾ ഒന്നും ചെയ്യാതെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസർവ്സിൽ നാളെ സിക്കും റൈറ്റ് വരും. നമ്മൾ എയും ബിയും ക്രിയേറ്റ് ചെയ്ത് അവർ വീട്ടിൽ കൊണ്ടുപോവാതെ എടുത്തു വെച്ചതാണ് എന്ത് പറയും മക്കളെ, റിസർവ്സ്, ജനറൽ റിസർവ്. ഇവിടേക്ക് സീനെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഈ റിസർവ്സിൽ സിക്കും പറയും മക്കളെ റൈറ്റ് വരും. അതുകൊണ്ടാണ് അഡ്മിഷൻ ഓഫ് പാർട്ണർഷിപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബിഫോർ എൻട്രിങ് ടു, അല്ലെങ്കിൽ ബിഫോർ നമ്മൾ എനെ ഇങ്ങോട്ട് സീനെ നമ്മൾ ഇങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഇല്ലേ, അതിനെ അവരെ റേഷ്യോയിൽ പീസ് ചെയ്യും. എന്നിട്ട് നേരെ എന്റെ ക്യാപിറ്റലിന്റെ മേലെയും ബീന്റെ ക്യാപിറ്റലിന്റെ മേലെയും ആഡ് ചെയ്യും. നമ്മൾ എന്താ അവിടെ ചെയ്തത് മക്കളെ, ആലോചിക്കുക. നമ്മൾ അവിടെ ഇത് കുറച്ചുകൂടി കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം കേട്ടോ. നമ്മൾ അവിടെ എന്താ ചെയ്തത്, റിസർവ്സിനെ, പ്രോഫിറ്റ്സിനെ നേരെ എന്താക്കി മാറ്റി, ക്യാപിറ്റലിന്റെ മേലെ പ്ലസ് ചെയ്ത്. അപ്പൊ അത് ക്യാപിറ്റലായി. കണ്ട, ആ ഒരു റിസർവ്സിലെ ജനറൽ റിസർവ് ഇല്ലേ, അത് ക്യാപിറ്റലിന്റെ മേലെ പ്ലസ് ചെയ്തു. അപ്പൊ ഇനി ആ റിസർവ്സ് ഉണ്ടാവോ, ഇല്ല. ആ റിസർവ് നാളെ ആരായിട്ട് മാറി, ക്യാപിറ്റൽ ആയിട്ട് മാറി. അതന്നെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്.
ആ സെയിം സാധനം അവിടെ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറയാം, പെർസ്പെക്റ്റീവ് നമ്പർ 3 ആണ്. ഞാൻ വെറുതെ തള്ളുകയാണ്, ശ്രദ്ധിച്ചോളി, ചുമ്മാ തള്ളു. ഓക്കെ, നമ്മളെ കമ്പനി എന്ത് ചെയ്യാണ്? ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോണ്. നെക്സ്റ്റ് ടൈം നമ്മളെ കമ്പനി മാർക്കറ്റിലേക്ക് വീണ്ടും പറയും മക്കളെ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോണ്. അപ്പൊ നമ്മളെ കമ്പനി ഷെയർ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്കഷനിലാണെങ്കിൽ 1,00,000 ഷെയർ ആണുള്ളത്. കമ്പനി അഡീഷണൽ ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോണ്. ഞാൻ ബോണസ് ഷെയറിനെ കുറിച്ചല്ല സംസാരിക്കാൻ പോകുന്നത്. നമ്മളെ കമ്പനി അഡീഷണൽ ആയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു പറയും മക്കളെ? ഷെയർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളെ കമ്പനി ഓൾറെഡി 1,00,000 ഷെയർ ഹോൾഡേഴ്സ് ഉള്ളതാണ്, അല്ലെങ്കിൽ 1,00,000 ഷെയർ ഉള്ളതാണ്. നമ്മൾ വീണ്ടും ഒരു 50,000 അല്ലെങ്കിൽ 1,00,000 ഷെയർ കൂടി മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ മാർക്കറ്റിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആളുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കും? ഷെയർ. അവരുടെ കയ്യിൽ നമ്മൾ എന്ത് വാങ്ങും? പൈസ വാങ്ങും. നമ്മളെല്ലാവരും ഓണേഴ്സ് ആയ പോലെ തന്നെ അവരും കൂടി നമ്മുടെ സ്ഥാപനത്തിൽ ആരാവും പറയും മക്കളെ? ഓണേഴ്സ് ആവും. മാത്രമല്ല, ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ മേലെയും അവർക്ക് എന്ത് വരും പറയും മക്കളെ? ഒരു ഓണർഷിപ്പ് വരും, അല്ലെങ്കിൽ അവർക്ക് എന്ത് വരും? ഒരു റൈറ്റ് വരും. അപ്പോൾ ഇത് ചെയ്യുന്നതിന്റെ മുമ്പ്, ഇങ്ങനെ പുതുതായിട്ട് ഷെയർ ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നതിന് മുമ്പ് നിലവിലുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ ഫുള്ള് ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ ടൈറ്റിൽ, അതിന്റെ റൈറ്റ് ആക്ച്വലി ദാറ്റ് ബിലോങ്സ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പൊ അതെടുത്തിട്ട് ആദ്യം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. മുമ്പ് പാർട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യൂലേ, അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നേരിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കും മക്കളെ? ഫ്രീ ആയിട്ട് ഷെയർസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് അങ്ങോട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഷെയർ ക്യാപിറ്റൽ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് കാണിക്കും. കിട്ടിയ അങ്ങനെ ആകുമ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇനി അവിടെ റിസർവ്സ് ഇല്ല, കാരണം അത് വൈപ്പ് ചെയ്ത് അത് വാനിഷ് ആയി പോയി. കാരണം അത് ഓൾറെഡി ആർക്ക് പ്രൊവൈഡ് ചെയ്തു? മറ്റുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്. ഏത് ഫോമാറ്റിൽ? ബോണസ് തന്നെ ഫോമാറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് ദ പെർസ്പെക്റ്റീവ് നമ്പർ 1 ആൻഡ് ദ പെർസ്പെക്റ്റീവ് നമ്പർ 2 ആൻഡ് പെർസ്പെക്റ്റീവ് നമ്പർ 3. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ നിങ്ങൾ എടുക്കുക. നിങ്ങൾ 3 പെർസ്പെക്റ്റീവ് മനസ്സിലായില്ലേ? നോ മാറ്റർ അക്കാഡമിക്സിന്റെ ടോപ്പിക്സിലേക്ക് മക്കളെ ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കുക. ഐ കൻ ഈസിലി കൺവിൻസ് യു, നോ മാറ്റർ നത്തിങ്, ഒരു ഇഷ്യൂ പോലും ഇല്ല, കംഫർട്ടബിൾ. ബട്ട് ദ വേ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ, ഓ ഇത് ഇങ്ങനെ ആയിരുന്നല്ലേ, സോ ഇങ്ങനെയൊക്കെയാണ് പോയിന്റ്സ്, യു വിൽ ബി ഹാപ്പി. ദാറ്റ്സ് ദ ഓൺലി പോയിന്റ്. കംഫർട്ടബിൾ ആണല്ലോ? സോ നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോകാനുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈം ലേണിംഗ് അല്ലേ? ഫസ്റ്റ് ടൈം ലേണിംഗ് എത്ര ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയോളജി. നമ്മൾ എപ്പോഴും ആ ഒരു തമ്പ് റൂളിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ലേണിംഗ് കുഡ് ബി മോർ ബ്യൂട്ടിഫുൾ. പിന്നീട് എവിടെയെങ്കിലും വെച്ചൊരു സംശയത്തിനോ ഒരു പ്രോബ്ലത്തിനോ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് കുറവോ അതൊന്നും ഉണ്ടാവരുത്. ഫസ്റ്റ് ടൈം ലേണിംഗ്. സെക്കൻഡ് ടൈം നമ്മൾ പഠിക്കുന്ന സമയത്തോ റിവിഷൻ ചെയ്യുന്ന സമയത്തോ മാരത്തോണിലോ ഒന്നും ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യുക? ഇത്തരം പോയിന്റ്സുകളെ കുറിച്ച് സംസാരിക്കുക പോലില്ല. ആൻഡ് വി സ്ട്രോങ്ലി ബിലീവ് ഇതൊക്കെ നിങ്ങൾ ആദ്യം കേട്ട് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം എന്നൊരു സെൻസിലാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. ഹോപ്പ് യു ക്ലിയർ. സോ ദാറ്റ്സ് വൈ ഒരു ബോർ അടിക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ കേട്ടിരിക്കുക. ക്ലിയർ? ഫൈൻ. സോ ലെറ്റ്സ് മൂവ് ടു ദ അക്കാഡമിക് ടോപ്പിക്സ്. ദ ഫസ്റ്റ് വൺ, നമ്മൾ ഇതിനെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീ പോയിന്റ്സുകളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ബോണസ് ഷെയർ ഫ്രീ ആണ് കിട്ടുന്ന ആൾക്കാർക്ക്. പക്ഷെ കമ്പനിക്ക് അത് ആക്ച്വലി എന്തല്ല, ഫ്രീ അല്ല. കമ്പനി ഇവിടെ എന്താ ചെയ്തത്? നമ്മളുടെ കമ്പനിയിലുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് ഷെയർസ് പ്രൊവൈഡ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? റിസർവ്സ് ആൻഡ് സർപ്ലസിനെ കൺവേർട്ട് ചെയ്ത് ആരാക്കിയിട്ട്? ഷെയർ ക്യാപിറ്റലായിട്ട്. മുമ്പ് അത് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന പേരിലായിരുന്നു. ഇപ്പൊ അത് ഏത് പേരിലായി? ഷെയർ ക്യാപിറ്റൽ എന്ന പേരിലായി. അതെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തത്? ബൈ ഇഷ്യൂ ഓഫ് എന്ത് പറയും മക്കളെ? ബോണസ് ഷെയർ. സോ ബോണസ് ഷെയറിന്റെ കീ പോയിന്റ്സുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് റെഡ്യൂസസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. എന്താ മക്കളെ? ഇറ്റ് റെഡ്യൂസസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. സോ വെറെവർ എ ബോണസ് ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ റിസർവ്സ് ആൻഡ് സർപ്ലസുകൾ പറയും മക്കളെ റെഡ്യൂസ് ചെയ്യും. രണ്ടാമത്തെ ഒരു പോയിന്റ് വരുന്നത്, ഇറ്റ് ഇൻക്രീസസ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. ദാറ്റ്സ് നോട്ട് ഇഷ്യൂസ് ഷെയർ ക്യാപിറ്റൽ, ഇറ്റ് ഇസ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. അതായത് ഈ ഷെയർ ക്യാപിറ്റൽ കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവും. 1,00,000 ഷെയർ ആണ് ഉണ്ടായിരുന്നത്. അതെന്ത് ചെയ്യും? അതിന്റെ ക്യാപിറ്റൽ ഇപ്പോൾ ഒരു ലക്ഷം ഇൻറ്റു 10 രൂപയാണ് ഫേസ് വാല്യൂ എന്നുണ്ടെങ്കിൽ 1,00,000 ഇൻറ്റു 10 ലക്ഷമാണ് വാല്യൂ ഉണ്ടായിരുന്നത്. ഇറ്റ് ഇൻക്രീസസ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ 50,000 ഫ്രീ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ 10 ലക്ഷം എന്നുള്ളത് പറയും മക്കളെ 15 ലക്ഷമായിട്ട് മാറാം. അപ്പോൾ വരുന്ന പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. പോയിന്റ് നമ്പർ 1, ഇറ്റ് റെഡ്യൂസസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് കുറയും. പോയിന്റ് നമ്പർ 2, ഇറ്റ് ഇൻക്രീസസ് പറയും മക്കളെ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ കൂടും. പക്ഷേ മൂന്നാമത്തെ പോയിന്റും നാലാമത്തെ പോയിന്റും കുറച്ച് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. മൂന്നാമത്തെ പോയിന്റ്, ബട്ട് ഡസ് നോട്ട് ബ്രിങ് എനി ചേഞ്ച് ഇൻ ക്യാഷ് ഫ്ലോ. അതായത് നമ്മൾ ഇങ്ങനെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും നമ്മുടെ ക്യാഷ് ഫ്ലോയിൽ പറയും മക്കളെ ഒരു ചേഞ്ച് കൊണ്ടുവരത്തില്ല. ക്യാഷ് ഫ്ലോയിൽ ഒരു തരത്തിലുള്ള പറയും മക്കളെ ചേഞ്ചസും ഇല്ല. അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇഷ്യൂ ബോണസ് ഷെയർ ക്യാഷ് വരുന്നില്ല, ക്യാഷ് പോകുന്നില്ല. അതായത് ഒരു തരത്തിലുള്ള ചേഞ്ചും ക്യാഷ് ഫ്ലോയിൽ ഇല്ല.
ഇല്ല. നമ്മൾ മുമ്പ് പറഞ്ഞു ഇത് ഫ്രീ ഷെയർ ആണ്, കാശ് വാങ്ങുന്നില്ല, അതുകൊണ്ട് ക്യാഷ് ഫ്ലോയിൽ ഒരു ചേഞ്ചസും ഇല്ല. ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ഇസ് ഓൾസോ സെയിം പരിപാടി തന്നെ. ഇപ്പൊ ക്യാഷ് ഫ്ലോയിൽ ചേഞ്ച് ഇല്ല എന്ന് അത് പറഞ്ഞ അതേപോലെ തന്നെ ബട്ട് ഡസ് നോട്ട് ബ്രിങ് എനി ചേഞ്ച് ഇൻ നെറ്റ്വർക്ക്. ബട്ട് ഡസ് നോട്ട് ബ്രിങ് എനി ചേഞ്ച് ഇൻ പറയും മക്കളെ നെറ്റ്വർത്ത്. ഇതേപോലെ തന്നെ നെറ്റ്വർത്തിലും ഒരു തരത്തിലുള്ള എന്തും ഇല്ല പറയും മക്കളെ, ചേഞ്ച് ഇല്ല. 4 കീ പോയിന്റ്സിൽ ഒന്ന്, ഇറ്റ് റെഡ്യൂസസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. പോയിന്റ് നമ്പർ 2, ഇറ്റ് ഇൻക്രീസസ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. അവിടെ സ്ക്രീനിൽ ഇഷ്യൂസ് ആണ്, അത് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. മൂന്നാമത്തെ പോയിന്റ്, ഒരു കാരണവശാലും ക്യാഷ് വരുന്നില്ല പോകുന്നില്ല, ബട്ട് ഡസ് നോട്ട് ബ്രിങ് എനി ചേഞ്ച് ഇൻ ക്യാഷ് ഫ്ലോ. നാലാമത്തെ പോയിന്റ്, ബട്ട് ഡസ് നോട്ട് ബ്രിങ് എനി ചേഞ്ചസ് ഇൻ നെറ്റ്വർക്ക്. 3 പോയിന്റുകൾ സെറ്റാണ്, ഹാപ്പിയാണ്. ബട്ട് ഡസ് നോട്ട് ബ്രിങ് എനി ചേഞ്ച് ഇൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് സാറേ അത്ര അങ്ങോട്ട് ക്ലാരിഫൈ ആയിട്ടില്ല എന്നൊരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഡിസ്കഷനിലേക്ക് പോവാം. ശ്രദ്ധിച്ചോ, ഒരു ബാലൻസ് ഷീറ്റ് ആണ്. ഒരു ബാലൻസ് ഷീറ്റ് ആണ്. സോ ഇറ്റ് ഈസ് വി ഹാവ് ഫിക്സ്ഡ് അസെറ്റ് ഒരു എന്താ പറയുക 10 lakh. പിന്നെ കറണ്ട് അസെറ്റ് 10 lakh. സോ വി ഹാവ് 20 lakh. ഷെയർ ക്യാപിറ്റൽ 10 lakh. റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് വന്നിട്ട് ഒരു 8 lakh. Liabilities, it may be long term liability or short term liability, which is equal to 2 lakh. Total പറയും മക്കളെ 10 lakh. കംഫർട്ടബിൾ ആണല്ലോ. അപ്പോൾ 20 lakh, സോറി 10 lakh അല്ല, 20 lakh. സോ രണ്ട് സൈഡും എന്താണ്, ടോട്ടലാണ്, ഓക്കെയാണ്, സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കമ്പനി ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കുകയാണ്. നമ്മൾ കമ്പനി ഷെയർ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, 1:2 എന്ന പ്രപ്പോർഷനിലാണ്. എന്താണ് ഈ 1:2? നമ്മൾ 1:2 എങ്ങനെ റീഡ് ചെയ്യുക? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, 1 ഷെയർ ഫോർ എവറി 2 ഷെയർ ഹെൽഡ്. ഓരോ 2 ഷെയർ ഉള്ള ആളുകൾക്കും എത്ര ഷെയർ പറയും മക്കളെ? ഒരു ഫ്രീ ഷെയർ. ഇപ്പൊ ഞാൻ ഇവിടെ വെറുതെ എക്സാമ്പിൾ ആയിട്ട് തള്ളാണ്, ഫുള്ള് തള്ളാണേ. 1,00,000 × 10, അങ്ങനെയാണ് എത്ര പറയും മക്കളെ? 10 ലക്ഷം വന്ന്. 1,00,000 × 10, അങ്ങനെയാണ് 10 ലക്ഷം വന്ന്. ഓക്കെ, ഇനി 1 ഷെയർ ഫോർ എവറി 2 ഷെയർ. ഓരോ 2 ഷെയറുള്ള ആൾക്കും നമ്മൾ ഒരു ഫ്രീ ഷെയർ കൊടുക്കുകയാണ്. അപ്പൊ നമ്മളെ കമ്പനിയിൽ എത്ര ഷെയർ മൊത്തമുണ്ട് പറയും മക്കളെ? 1,00,000. ഓരോ 2 ഷെയറുള്ള ആളുകൾക്ക് നമ്മളെ കമ്പനി ഒരു ഷെയർ ഫ്രീ കൊടുക്കുന്നു. അപ്പൊ എത്ര ഫ്രീ ഷെയർ പറയും മക്കളെ? 50,000 ഫ്രീ ഷെയർ. എത്ര ഫ്രീ ഷെയർ മക്കളെ? 50,000 ഫ്രീ ഷെയർ. എടാ 50,000 ഫ്രീ ഷെയർ കൊടുക്കണമെങ്കിൽ നമ്മൾ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണ്ടേ? ഒരു ഷെയറിന് 10 രൂപയാണ്. അപ്പൊ 50,000 ഫ്രീ ഷെയർ കൊടുക്കണമെങ്കിൽ 50,000 × 10 ഇസ് ഈക്വൽ ടു പറയും മക്കളെ 5 ലക്ഷം രൂപ നമ്മൾ സെറ്റ് ചെയ്യണം. 5 ലക്ഷം രൂപ സെറ്റ് ചെയ്താലാണ് നമുക്ക് 50,000 ഷെയർ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുക, അല്ലേ? ഇവിടെ നമ്മൾ പോയിന്റ്സിൽ പഠിച്ചു. ഇവിടെ നമ്മൾ പഠിച്ച പോയിന്റ്സിലേക്ക് വൺ മോർ ടൈം വരുന്ന സമയത്ത്, ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് റെഡ്യൂസസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഓക്കെ, ഇറ്റ് റെഡ്യൂസസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് വരുന്ന സമയത്ത് നേരെ നമ്മൾ എന്ത് ചെയ്യണ്? 5 ലക്ഷം രൂപ ഷെയർ ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇറ്റ് റെഡ്യൂസസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഞാൻ പറഞ്ഞു കമ്പനിക്ക് ഇത് ഫ്രീ അല്ല, കമ്പനി അവരിലേക്ക് എത്തിച്ചേരേണ്ട അവർക്ക് റൈറ്റ് ഉള്ള അവരുടേതായിട്ടുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിട്ടുള്ള 8 lakhൽ നിന്നും കുറച്ചിട്ടാണ് കമ്പനി എന്ത് കൊടുക്കുക? അവർക്ക് ഫ്രീ ഷെയർ കൊടുക്കുക. അപ്പൊ ഈ 8 lakhൽ മക്കളെ ഇവിടുന്ന് എത്ര കുറയും പറയും? ഒരു 5 lakhs കുറയും. ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുക? 3 lakhs ആണ് ഉണ്ടാവുക. കംഫർട്ടബിൾ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? പ്ലീസ് എവരിബഡി, ഇറ്റ് ഇൻക്രീസസ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഇൻക്രീസസ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇത് 10 ലക്ഷമാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ 5 ലക്ഷം രൂപേന്റെ ഷെയറും കൂടി ഇഷ്യൂ ചെയ്ത സ്ഥിതിക്ക് ഈ 10 ലക്ഷം അല്ല ഇനി എത്ര ഉണ്ടാവുക പറയും മക്കളെ? 15 ലക്ഷമാണ് ഉണ്ടാവുക. കംഫർട്ടബിൾ അല്ലേ? ബട്ട് ഡസ് നോട്ട് ബ്രിങ് എനി ചേഞ്ച് ഇൻ ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു നോക്ക്, ഈ ഒരു സിറ്റുവേഷനിൽ ക്യാഷ് ഒന്നും വന്നിട്ടുമില്ല, ക്യാഷ് പോയിട്ടുമില്ല, അതുകൊണ്ട് അത് കറക്റ്റ് ആണ്. ഡസ് നോട്ട് ബ്രിങ് എനി ചേഞ്ച് ഇൻ ക്യാഷ് ഫ്ലോ ആണ്. അതുപോലെ തന്നെ ഡസ് നോട്ട് ബ്രിങ് എനി ചേഞ്ച് ഇൻ നെറ്റ് വർത്തും ആണ്. ബാലൻസ് ഷീറ്റ് മുമ്പ് എത്രയാണോ ടോട്ടൽ ആവുന്നത് അതേ ടോട്ടൽ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ബിസിനസിന്റെ ടോട്ടൽ നെറ്റ് വർത്തിൽ ഒരു തരി പോലും കൂടുക കുറയുക ഒന്നും ചെയ്യുന്നില്ല ഈ ബോണസ് ഷെയർ ഇഷ്യൂ എന്നത് വഴി. ഇവിടെ ചേഞ്ചസ് ഇതിന്റെ ഉള്ളിലുള്ള സ്വാപ്പിംഗ് മാത്രമാണ് സംഭവിക്കുന്നത്. മുമ്പ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിരുന്ന ഒരാള് ഇന്ന് ആരായിട്ട് മാറി? ഷെയർ ക്യാപിറ്റലായിട്ട് മാറി. നമ്മൾ അവർക്ക് ഇത് ഫ്രീ ഫോമിലാണ് എടുത്ത് കൊടുത്തത്. ദാറ്റ്സ് ഇറ്റ്. അവർക്ക് നമ്മൾ ഫ്രീ ഫോമിൽ എടുത്ത് കൊടുക്കുന്നു. അവർ നമുക്കൊന്നും തരണ്ട. പക്ഷെ അവർക്ക് കൊടുക്കാൻ വെച്ചിട്ടുള്ള അവർക്ക് റൈറ്റ് ഉള്ള അവരുടേതായിട്ടുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസിനെ കൺവേർട്ട് ചെയ്തിട്ട് നേരെ ആരാക്കി കൊടുത്ത് പറയും മക്കളെ? ഷെയർ ക്യാപിറ്റലാക്കി കൊടുത്ത്. ഈ പരിപാടിയാണ് നമ്മൾ ഏതിൽ ചെയ്തത് പറയും മക്കളെ? ബോണസ് ഇഷ്യൂല് ചെയ്തത്.
കംഫർട്ടബിൾ ആണല്ലോ. ഈ ചെയ്ത പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്താ വിളിക്കുക? ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. സോ ബേസിക്കലി ഇത് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ എന്താണ് സാറേ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്? വായിച്ചു നോക്കാം. ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് പ്രോഫിറ്റ്സ് ഓർ റിസർവ്സ് ഇൻ ടു പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണ് മക്കളെ? കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്. എന്തിനെ കൺവേർട്ട് ചെയ്യുന്ന? പ്രോഫിറ്റ്സിനെയും റിസർവ്സിനെയും കൺവേർട്ട് ചെയ്യുക. ഈ പ്രോഫിറ്റ്സിനെയും റിസർവ്സിനെയൊക്കെ നമ്മൾ എങ്ങോട്ട്, എന്തിലേക്ക്, എന്തായിട്ടാണ് സാറേ കൺവേർട്ട് ചെയ്യുന്നത്? ഇട്ടു പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലായിട്ട്, പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയർ ക്യാപിറ്റലായിട്ട്. അതന്നെയല്ലേ നമ്മൾ നേരത്തെ ഡിസ്കഷനിൽ ചെയ്തത്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന റിസർവ്സ് ആൻഡ് സർപ്ലസിലെ 8 lakhs-ലെ 5 lakh റിസർവ്സ് ആൻഡ് സർപ്ലസിന് എടുത്തിട്ട് ആരാക്കി മാറ്റി? ക്യാപിറ്റലാക്കി മാറ്റി. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റലൈസേഷൻ. അത് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കുറഞ്ഞ് ഷെയർ ക്യാപിറ്റൽ കൂടി, ക്യാഷിന്റെ ഫ്ലോസ് ഇല്ല, നെറ്റ്വർത്തിൽ മാറ്റില്ല. ഇതാണ് ബോണസ് ഇഷ്യൂ. ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് ദ പോയിന്റ് വാട്ട് എവർ ഐ എം കൺവേയിങ് ടു യു. ഹോപ്പ് യു ക്ലിയർ സർ. എവറിബഡി പ്ലീസ് സർ. യെസ് സർ. മനസ്സിലായോടാ? സോ ഒരു കമ്പനിക്ക് എങ്ങനെയൊക്കെ എന്ത് ചെയ്യുക? ക്യാപിറ്റലൈസ് ചെയ്യുക. ഏതൊക്കെ വഴികളിൽ ഇത്തരത്തിൽ പ്രോഫിറ്റ്സിനെയും റിസർവ്സിനെയും ഒക്കെ എന്താക്കുക പറയും മക്കളെ? കൺവേർട്ട് ചെയ്തിട്ട് മക്കളെ ക്യാപിറ്റലാക്കി മാറ്റാം. അപ്പോൾ ഏതൊക്കെ വഴികളിലാണ് കമ്പനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ നമ്മൾ നേരെ അടുത്തതായിട്ട് പഠിക്കുന്നത് വേ ടു ക്യാപിറ്റലൈസ് പറയും മക്കളെ പ്രോഫിറ്റ്സ് ഓർ റിസർവ്. എന്താ പഠിക്കുന്നത് മക്കളെ? വേ ടു ക്യാപിറ്റലൈസ് പ്രോഫിറ്റ്സ് ഓർ റിസർവ്. അപ്പോൾ വഴികൾ, ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള വഴികളാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു പേപ്പറും പേനൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? എൻ്റെ കൂടെ നോട്ട്സ് ഒക്കെ കറക്റ്റ് എഴുതിയിട്ട് തന്നെ പോവാ. ദെൻ യു ഫീൽ എ ഡിഫറൻസ് ആഫ്റ്റർ ഓൾ ദ സെഷൻസ്. കംഫർട്ടബിൾ ആണല്ലോ? ഫൈൻ. സോ വേ ടു ക്യാപിറ്റലൈസ് എന്ത് പറയും മക്കളെ? പ്രോഫിറ്റ്സ് ഓർ റിസർവ്. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ വഴികളിലാണ് പ്രോഫിറ്റ്സിനെയും റിസർവ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക പറയും മക്കളെ? ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുക. അതിൽ ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുക. ബൈ പേയിങ് അപ്പ് amount unpaid on existing partly paid up shares so as to make them fully paid up. ഒന്നും മനസ്സിലായില്ല? ഒന്നും മനസ്സിലാവേണ്ട ആവശ്യമില്ല. നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്, അത് ആദ്യം പറയാം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ക്ലാരിറ്റി വരും. പിന്നെ നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് വരാം. പോയിന്റ് നമ്പർ 2, ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. ഞാൻ പറഞ്ഞു എന്താണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു. എന്താ മക്കളെ ക്യാപിറ്റലൈസേഷൻ? പ്രോഫിറ്റ്സിനെയും റിസർവ്സിനെയും കൺവേർട്ട് ചെയ്യുക. എങ്ങോട്ട്? ക്യാപിറ്റലായിട്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്യാപിറ്റലൈസേഷൻ വിളിക്കുക. അങ്ങനെയാണെങ്കിൽ അതിലുള്ള വഴികളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ വഴി, ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. ഫുൾ ഫ്രീ ആയിട്ടുള്ള ഷെയർ കൊടുക്കുക. ഫുൾ ഫ്രീ ആയിട്ടുള്ള ഷെയർ. നമ്മൾ നേരത്തെ ഡിസ്കഷൻ ഓർമ്മയില്ല മക്കളെ? നമ്മൾ നേരത്തെ ഡിസ്കഷനിലേക്ക് വന്ന് നോക്കാം. എത്ര ഷെയർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നത് ഏകദേശം ഒരു 1,00,000 ഷെയർ ആണ്. നമ്മൾ എത്ര ഷെയർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തു? 50,000 ഫ്രീ ഷെയർ പ്രൊവൈഡ് ചെയ്തു. കംഫർട്ടബിൾ ആണല്ലോ? അങ്ങനെ 50,000 ഷെയർ ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ ഒരു ഷെയറിന് 10 രൂപയാണ്. അപ്പോൾ 5 ലക്ഷം രൂപ നമുക്ക് വേണം. അത് നമ്മൾ എവിടെ നിന്ന് എടുത്തു? റിസർവ്സ് ആൻഡ് സർപ്ലസ്. എടുത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്? നമ്മളിത് അപ്ലൈ ചെയ്തത് അവർക്ക് നമ്മൾ എന്ത് കൊടുത്തുകൊണ്ടാണ് പറയും മക്കളെ? ഫ്രീ ആയിട്ട് ഷെയർസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് പറയും മക്കളെ? ക്യാപിറ്റലൈസ് ചെയ്തത്. അപ്പോൾ ഫുള്ളി ഫ്രീ ആയിട്ടുള്ള ഈ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയറിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്? നിങ്ങൾ ബോണസ് ഷെയർ കൊടുക്കാൻ കമ്പനി ആക്ട് നിങ്ങളോടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം കൊടുത്താൽ നിങ്ങൾ കൊടുക്കണ്ട. ഓക്കെ, ബോണസ് ഷെയർ കൊടുക്കണം എന്ന് എവിടെയും പറയുന്നില്ല. നിങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ടാം. ദർ ഈസ് എ കോൺസെപ്റ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഫൈൻ. ഇനി നിങ്ങൾ ഫ്രീ ആയിട്ട് അങ്ങനെ കൊടുക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഷെയർ ഫുള്ളി ഫ്രീ ആയിരിക്കണം. എന്താ മക്കളെ? ഫുള്ളി ഫ്രീ. എന്താ സാറേ ഫുള്ളി ഫ്രീ? 10 രൂപന്റെ ഷെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. 10 രൂപന്റെ ഷെയർ ആണ്, 9 രൂപ ഫ്രീ. 1 രൂപക്ക് തന്നാൽ മതി നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീ ഷെയർ അല്ല, അത് ഡിസ്കൗണ്ടിങ് ആണ്. ആ പരിപാടി കമ്പനീസ് ആക്ടിൽ ഇല്ല. കൊടുക്കുകയാണെങ്കിൽ മക്കളെ ഫുള്ള് ഫ്രീ ആയിട്ട് കൊടുക്കും. ഫുള്ള് ഫ്രീ ആയിട്ട് കൊടുക്കും. 1 രൂപ കുറച്ച് കൊടുക്കാൻ 13 കമ്പനീസ് ആക്ട് ഒരിക്കലും സമ്മതിക്കില്ല. 56 ഉണ്ടായിരുന്നു, 1956 ഉണ്ടായിരുന്നു. 13 ഒരു കാരണവശാലും 1 ഉറുപ്പ്യ നിങ്ങൾ കുറയ്ക്കണോ നിങ്ങളുടെ ഷെയർ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അത് കമ്പനീസ് ആയിട്ട് റെസ്ട്രിക്ഷൻസ് ആണ്. അതേ സമയത്ത് നിങ്ങൾക്ക് ഫുള്ളും ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഷെയർ കൊടുക്കുക. അങ്ങനെ ഇത് ചെയ്യാൻ സമ്മതിക്കില്ല. കിട്ടിയ? അപ്പോൾ ഫുള്ളി ഫ്രീ ആയിട്ടുള്ള ഷെയർ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ മക്കളെ പ്രോഫിറ്റ്സിനെയും റിസർവ്സിനെയും എന്തായിട്ട് മാറ്റാം? ഷെയർ ക്യാപിറ്റൽ ആയിട്ട് പറയും മക്കളെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ നമ്മളെ മറ്റേ പോയിന്റ് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നേരെ 1, 2 അങ്ങോട്ട് സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലേക്ക് വന്നത് വായിച്ചു നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ബൈ പേയിങ് അപ്പ്. ബൈ പേയിങ് അപ്പ് എന്ത്? എമൗണ്ട്
unpaid on existing partly paid up shares so as to make them fully paid up. നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ബൈ പേയിങ് അപ്പ്, എങ്ങനെ പേ ചെയ്തും കൊണ്ട്, എങ്ങനെ അൺപെയ്ഡ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അൺപെയ്ഡ് ആയിട്ടുള്ള പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറയും മക്കളെ, ക്യാപിറ്റലൈസ് ചെയ്യാം. ഇപ്പൊ രണ്ട് ഫോർമാറ്റിൽ ക്യാപിറ്റലൈസ് ചെയ്യാം. ഒന്ന് ഫുൾ ഫ്രീ ആയിട്ടുള്ള ഷെയർ വാരി വിതറി ക്യാപിറ്റലൈസ് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയർസുകളെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി കൺവേർട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പറയും മക്കളെ ക്യാപിറ്റലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് പോകാം, അങ്ങനെ ഒരു എക്സാമ്പിൾ ഡിസ്കഷനിലേക്ക് പോകാം. അങ്ങനെ ഡിസ്കഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഈ ഒരു ബാലൻസ് ഷീറ്റിൽ ശ്രദ്ധിച്ചോ, ഈ ഒരു ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പഴയ ഡിസ്കഷനിലേക്കാണ് വരുന്നത് കേട്ടോ. പഴയ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ ഇവിടെ എത്ര ഉണ്ടായി, ഞാൻ എഴുതിയത് 10 ലക്ഷം അല്ലേ, ഇവിടെ നമ്മൾ പറഞ്ഞത് 8 ലക്ഷം, ഇങ്ങനെ ഉണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ, ഇങ്ങനെ ഉണ്ടായിരുന്നത് 10 ലക്ഷം അതുപോലെ തന്നെ 8 ലക്ഷം. ഇവിടെ ഇതൊരു 10 ലക്ഷം ആക്കാം, ഇത് 10 ലക്ഷം. ഇപ്പൊ ശരിയായി തരാം, വെയിറ്റ് 8 ലക്ഷം. 1 ലക്ഷം ഷെയർസ് ഓഫ് ₹8 പെയ്ഡ് അപ്പ്. 1 ലക്ഷം ഷെയർ 10 രൂപന്റെ 10 ലക്ഷം രൂപയാണ് ഉള്ളത്. പക്ഷെ നമ്മൾ ഇതുവരെ അപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ വഴി വാങ്ങിയത് 1 ലക്ഷം ഇൻറ്റു 8 പറയും മക്കളെ എത്രയാണ്, 8 ലക്ഷം വരെയാണ്. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഇതാണ്. 10 ലക്ഷം രൂപന്റെ ഫിക്സ്ഡ് അസറ്റ്, 10 ലക്ഷം രൂപന്റെ കറണ്ട് അസറ്റ്, മൊത്തം 20 ലാക്സ്, 8 ലക്ഷം രൂപന്റെ ക്യാപിറ്റൽ. ആ ഷെയർ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറുകളല്ല, 1 ലക്ഷം ഇൻറ്റു 8 ലക്ഷം ആയിട്ടുള്ള 2 ഫൈനൽ കോൾ വിളിക്കാനുണ്ട്. റിസർവ്സ് ആൻഡ് സർപ്ലസിലേക്ക് വരുമ്പോൾ 10 ലക്ഷം ഉണ്ട്, ലോങ് ടേം ഓർ ഷോർട്ട് ടേം ലയബിലിറ്റീസ് 2 ലക്ഷം ഉണ്ട്. ടോട്ടൽ again പറയും മക്കളെ 20 ലാക്സ് തന്നെയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രീ ഷെയർ കൊടുത്ത് ക്യാപിറ്റലൈസ് ചെയ്തതിന് പകരം, അത് വേറെ പ്രൊവിഷൻസ് ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരാം. ഇവിടെ വരുന്ന സമയത്ത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 1 ലക്ഷം ഷെയർ, പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള 8 രൂപയുടെ ഷെയർ, മേക്ക് ദം എന്തായിട്ട് ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യുക. അത് ചെയ്യാൻ നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യുക. അതായത് നിങ്ങൾ ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് 10 ലക്ഷത്തിൽ നിന്ന് ഒരു 2 ലക്ഷം യൂസ് ചെയ്തിട്ട് ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് 2 ലക്ഷം ഉപയോഗിക്കുമ്പോൾ ഈ 10 ലക്ഷം റിസർവ് എത്ര പറയും മക്കളെ 8 ലക്ഷം. എന്നിട്ട് ഈ ഫൈനൽ കോൾ നമ്മൾ വിളിച്ചിട്ടില്ല, ഫൈനൽ കോൾ വിളിച്ചാൽ അവർ ഇങ്ങോട്ട് പൈസ തരേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഫൈനൽ കോൾ വിളിച്ചാൽ അവരിങ്ങോട്ട് പൈസ തരേണ്ടി വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ പൈസ അവരെ കയ്യിൽ നിന്ന് വാങ്ങാതെ അവരുടെ ഈ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ നമുക്ക് എന്തായി കൊടുക്കുക പറയും മക്കളെ, ഫുള്ളി പെയ്ഡ് അപ്പ് ആയി കൊടുക്കുക. അപ്പോഴും ടോട്ടൽ എത്ര തന്നെ വരെ 20 ലാക്കാണ്. നേരത്തെ പറഞ്ഞ എല്ലാ തമ്പ് റൂൾസും അപ്ലൈ ആവും. അതായത് എന്തൊക്കെ പറയും മക്കളെ, ഇറ്റ് റിഡ്യൂസസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഇറ്റ് ഇൻക്രീസ് പറയും മക്കളെ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് പറയും മക്കളെ, ബട്ട് ഡസ് നോട്ട് ബ്രിങ് എനി ചേഞ്ച് ഇൻ ക്യാഷ് ഫ്ലോ, ക്യാഷ് ഒന്നും വന്നില്ല. ബട്ട് എനി എന്ത് പറയും മക്കളെ, ചേഞ്ച് ഇൻ നെറ്റ് വർത്തിലും ചേഞ്ച് ഇല്ല. സെയിം പരിപാടി തന്നെ, കംഫർട്ടബിൾ ആണല്ലോ. ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് ദിസ് ടൈം ദ പോയിന്റ് നമ്പർ 1 കിട്ടിയ. ബൈ പേയിങ് അപ്പ് amount unpaid on existing partly paid up shares so as to make them പറയും മക്കളെ fully paid. Hope you clear sir everybody. Okay, so it's all about today's video. So next ക്ലാസ്സിൽ ഇതിന്റെ പാർട്ട് 2 നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്, ആസ് വെൽ as നമ്മുടെ ഇൻസ്റ്റഗ്രാം ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ഹബീബ് റഹ്മാൻ എന്ന് അടിച്ചാൽ മതി. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ കോൺസെപ്ച്വലി കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഗ്രാജുവലി നിങ്ങൾക്ക് കോൺഫിഡൻസ് നന്നായിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല നിങ്ങളുടെ കമൻസുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ എന്താണ്, അതുവഴി എനിക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ റെസ്പോൺസ് ആക്ച്വലി എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഫ്രീ വീഡിയോസ് ആയിട്ട് കാണാം. ബൈ.